വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഹിസ്റ്റോറിക്കൽ ടൂറിസത്തെ ഒരു മെക്കാ റിവിഷൻ ആയിട്ടാണ്. സോ എല്ലാവരും ബുക്കൊക്കെ തുറന്ന് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരിക്കുക കേട്ടോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ എല്ലാ പോയിന്റ്സും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ എന്തെങ്കിലും ഒരു നോട്ടോ അല്ലെങ്കിൽ ഒരു പേജോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ വീഡിയോൻ്റെ ഒപ്പം തന്നെ. ഫസ്റ്റ് വൺ, tourism is a dynamic and multifaceted industry with significant economic, cultural and environmental impact. നമ്മൾ പറഞ്ഞതാണ് ടൂറിസം എന്താണ്, യാത്ര കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. കുറേ വിവിധ തരത്തിലുള്ള യാത്രകളുണ്ട്. അത് ഒരു എസ്സേ ആയിട്ട് പ്രതീക്ഷിക്കാം. 8 types ഓഫ് ടൂറിസം ഉണ്ട്. അതൊരു എസ്സേ ആയിട്ട് പ്രതീക്ഷിക്കാൻ വരുന്നുണ്ട് കേട്ടോ. പർപ്പസ് ഓഫ് ടൂറിസം, ടൂറിസത്തിൻ്റെ പർപ്പസ് എന്താണ്, മെയിൻ എയിം എന്താണ് ടൂറിസം കൊണ്ട്. സ്പെൻഡിങ് ടൈം എവേ ഫ്രം ഹോം ഫോർ റിക്രിയേഷൻ, റിലാക്സേഷൻ ആൻഡ് പ്ലഷർ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട വേർഡ്സ് ഏതൊക്കെയാണ്? റിക്രിയേഷൻ, റിലാക്സേഷൻ, പ്ലഷർ. റിക്രിയേഷൻ എന്താണ്? വിനോദം. റിലാക്സേഷൻ, പ്ലഷർ. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, ഏതൊക്കെ രീതിയിലാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത്? ഇക്കണോമിക്, അതായത് സാമ്പത്തികമായിട്ടും, കൾച്ചറൽ ആൻഡ് എൻവിയോൺമെൻറ്റൽ, സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ത്, ടൂറിസം എന്ന് പറയുന്നത്. ഒറിജിനേറ്റഡ് ഇൻ വെസ്റ്റേൺ യൂറോപ്പ് ഇൻ ദി 17th century. ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. 17th century യൂറോപ്പിലാണ്, വെസ്റ്റേൺ യൂറോപ്പിലാണ് എന്ത് ഒറിജിനേറ്റ് ചെയ്തത്, ടൂറിസം ഒറിജിനേറ്റ് ചെയ്തത്. ഇന്റർനാഷണൽ ടൂറിസം, മോഡേൺ ടൂറിസം, അങ്ങനെ കുറേ അധികം ടൂറിസം ഉണ്ട്. ഇന്റർനാഷണൽ ടൂറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് പ്രത്യേക വിസ, പാസ്പോർട്ട് അല്ലെങ്കിൽ കറൻസി ഡിഫറൻസിയേഷൻ ഒക്കെ വരുന്നത് ഏതിലാണ്, ഇന്റർനാഷണൽ ടൂറിസത്തിലാണ്. അത് സെപ്പറേറ്റ് ഒരു ഹെഡിങ് ആയിട്ട് താഴെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. Then become significant economic activity in the 20th century. 17th century വെസ്റ്റേൺ യൂറോപ്പിലാണ് എന്ത് ഒറിജിനേറ്റ് ചെയ്തത്, ടൂറിസം ഒറിജിനേറ്റ് ചെയ്തത്. ഇൻ്റർനാഷണൽ ടൂറിസം കൊണ്ടുവന്നത് എപ്പോഴാണ്, 20th century, ഏർലി 20th centuryയിലാണ് ഇൻ്റർനാഷണൽ ടൂറിസം ഒരു സിഗ്നിഫിക്കൻറ്റ് ഇക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് മാറിയത്. ഇക്കണോമിക് എന്താണ്, സാമ്പത്തിക രീതിയിലുള്ള ആക്ടിവിറ്റി ആയിട്ട് ഇൻ്റർനാഷണൽ ടൂറിസം മാറിയത് 20th centuryയിലാണ്. Then modern tourism originated in the industrial and post-industrial വെസ്റ്റ്. പോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അത് കഴിഞ്ഞിട്ടുള്ളത്, ശേഷമുള്ളത്. അതായത് ഇൻഡസ്ട്രിയലും അതേപോലെ തന്നെ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ കഴിഞ്ഞിട്ടുള്ള വെസ്റ്റ് ആൻഡ് ഹാസ് ഇവോൾവ്ഡ് സിഗ്നിഫിക്കൻ്റ്ലി സിൻസ് ദി 16th century. ഇയർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. മോഡേൺ ടൂറിസം എപ്പോഴാണ്, 16th century. ദെൻ ഗ്രാൻഡ് ടൂർ. എന്താണ് ഗ്രാൻഡ് ടൂർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാസ് എ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ ജേർണി ബൈ വെൽത്തി അപ്പർ ക്ലാസ് മെൻ ഇൻ ദി 17th to 19th century. 17th to 19th സെഞ്ചുറിയിൽ അപ്പർ ക്ലാസ് മെൻ നടത്തിയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ, സാംസ്കാരികപരമായിട്ടും അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ, വിദ്യാഭ്യാസപരമായിട്ടുമുള്ള ഒരു ജേണിയാണ് എന്തെന്ന് പറയുന്നത്, ഗ്രാൻഡ് ടൂർ എന്ന് പറയുന്നത്. 2 മാർക്സിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഡെഫിനേഷൻ പഠിച്ചു വെക്കുക. ടൈപ്സ് ഓഫ് ടൂറിസം, 4 പ്രൈമറി ടൈപ്സ് ഓഫ് ടൂറിസം ഉണ്ട്. ഏതാണ് 4 പ്രൈമറി ടൈപ്സ്? ഇന്റർനാഷണൽ ടൂറിസം, ഡൊമസ്റ്റിക് ടൂറിസം, ലോങ് ഡിസ്റ്റൻസ് ടൂറിസം, ഷോർട്ട് ഡിസ്റ്റൻസ് ടൂറിസം. ഇത് 4 പ്രൈമറി ടൈപ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് എഴുതേണ്ടത്. അതല്ലാതെ 8 ടൈപ്സ് വേറെ ടൂറിസം നമുക്ക് വേറെയും പഠിക്കാനുണ്ട്. സോ ടൈപ്സ് ഓഫ് ടൂറിസം എന്ന് ജനറൽ ആയിട്ട് ഒരു എസ്സേ വരികയാണെങ്കിൽ ഈ 4 എണ്ണം എഴുതണം. ഇനി പഠിക്കാൻ പോകുന്ന 8 എണ്ണം എഴുതണം. മൊത്തത്തിൽ ഒരു എസ്സേ വരികയാണെങ്കിൽ. ഫസ്റ്റ് വൺ, ഇന്റർനാഷണൽ ടൂറിസം. Tourists travel across borders, use different currencies and communicate in different language. അവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്സ് കണ്ടോ, ഡിഫറെൻറ്റ് ലാംഗ്വേജ് ആണ്, ഡിഫറെൻറ്റ് കറൻസീസ് ആണ്. ലാർജർ കൺട്രീസ് ഹാവ് മോർ അട്രാക്ഷൻസ് നെസസിറ്റേറ്റിംഗ് ലോങ്ങർ ജേർണീസ്. ലാർജർ കൺട്രീസ് ലോങ്ങർ ജേർണീസ്. സ്മോളർ കൺട്രീസ് ഹാവ് വെരി ഷോർട്ട് ക്രോസിംഗ് ഡിസ്റ്റൻസസ്. സ്മോളർ കൺട്രീസിന് വെരി ഷോർട്ട് ക്രോസിംഗ് ഡിസ്റ്റൻസസും, ലാർജർ കൺട്രീസിന് എന്താണ്, അട്രാക്ഷൻസ് കൂടുതലാണ്. ലോങ്ങർ ജേർണി നെസസിറ്റേറ്റ് ചെയ്യുന്നത് ഏതാണ്, ലാർജർ കൺട്രീസ് ആണ്. അതേപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജസ് ആയിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള കറൻസീസ് ആയിരിക്കും. ഇതാണ് ഇന്റർനാഷണൽ ടൂറിസത്തിൽ മെയിനായിട്ടും നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ്സ് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ, ഡൊമസ്റ്റിക് ടൂറിസം. ഡൊമസ്റ്റിക് ടൂറിസം എന്താണ്, വിത്തിൻ അവർ കൺട്രി, നമ്മുടെ ഹോം കൺട്രിയിൽ, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യൻ്റെ ഉള്ളിലുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡൊമസ്റ്റിക് ടൂറിസം എന്ന് പറയുന്നത്. ഡൊമസ്റ്റിക് ടൂറിസത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് വെക്കേണ്ടത് ഏതാണ്, വിത്തിൻ ദി ഹോം കൺട്രി, കൺട്രീൻ്റെ ഉള്ളിൽ, വിത്തൗട്ട് നീഡ് ഓഫ് പാസ്പോർട്ട്സ്, വിസാസ് ഓർ കറൻസി കൺവേർഷൻസ്. അപ്പോൾ ഇന്റർനാഷണൽ ടൂറിസം അതേപോലെ തന്നെ ഡൊമസ്റ്റിക് ടൂറിസം തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തെഴുതണം, വിത്തൗട്ട് നീഡ് ഫോർ പാസ്പോർട്ട്. ഡൊമസ്റ്റിക് ടൂറിസത്തിൽ എന്താണ്, പാസ്പോർട്ടിൻ്റെയോ വിസേൻ്റെയോ അതേപോലെ തന്നെ കറൻസി കൺവേർഷൻസിൻ്റെയോ ഒന്നും ആവശ്യമില്ല ഇന്റർനാഷണൽ ടൂറിസം പോലെ. ദെൻ ഡിസ്റ്റൻസ് ടൂറിസം. ഡിസ്റ്റൻസ് ടൂറിസം 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ലോങ് ഡിസ്റ്റൻസും ഷോർട്ട് ഡിസ്റ്റൻസും. ആ ഒരു വേരിയേഷൻ എത്രയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അവിടെ. എത്രയാണ്, ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 3000 കിലോമീറ്റർ, ഷോർട്ട് ഡിസ്റ്റൻസ് ആണെങ്കിലോ ലെസ് ദാൻ 3000 കിലോമീറ്റർ. അങ്ങനെയാണ് ആ ഒരു ലോങ് ഡിസ്റ്റൻസ് ഷോർട്ട് ഡിസ്റ്റൻസ് കണക്കാക്കുന്നത്. ദെൻ
ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ്. എന്താണ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ്? ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആർ പ്ലേസസ് ഓഫ് ലെഷർ, എക്സ്പ്ലോറേഷൻ, കൾച്ചറൽ എക്സ്പീരിയൻസസ് ഓർ റിലാക്സേഷൻ. അതായത് നമുക്ക് എങ്ങോട്ടാണോ എത്തേണ്ടത് അതല്ലേ നമ്മുടെ ഡെസ്റ്റിനേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ലെഷർ, എക്സ്പ്ലോറേഷൻ, കൾച്ചറൽ എക്സ്പീരിയൻസസ്, റിലാക്സേഷൻ, വിനോദത്തിനും അതേപോലെ തന്നെ സാംസ്കാരികമായിട്ടുള്ള രീതിയിൽ ഏതൊക്കെ ഭാഷകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ സംസ്കാരമാണ് മറ്റുള്ള കൺട്രീസിൽ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, എന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്നതാണ് എന്ത്? ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പാരീസ്, റോം ആൻഡ് ബാലി ആർ റീനൗണ്ട് ഫോർ ദെയർ കൾച്ചറൽ ഹെറിറ്റേജ്, നേച്ചുറൽ ബ്യൂട്ടി. കൾച്ചറൽ ഹെറിറ്റേജും സാംസ്കാരിക രീതിയിലും അതേപോലെ തന്നെ നേച്ചുറൽ ബ്യൂട്ടിയിലും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം 3 സ്ഥലങ്ങൾ പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് എഴുതണം? പാരീസ്, റോം, ബാലി. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ദെൻ കൺട്രീസ് ലൈക്ക് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജർമ്മനി ആൻഡ് ചൈന ആർ സം ഓഫ് ദി ലാർജസ്റ്റ് ടൂറിസ്റ്റ് ജനറേറ്റിംഗ് ഏരിയാസ്. അതിനും എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ലാർജസ്റ്റ് ടൂറിസ്റ്റ് ജനറേറ്റിംഗ് ഏരിയാസിന് എക്സാമ്പിൾസ് ഏതൊക്കെ കൺട്രീസ് ആണ് വരുന്നത്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജർമ്മനി, ചൈന. നോട്ട് ചെയ്ത് വെക്കുക. ഒരു നോട്ടിൽ ഇപ്പം തന്നെ എഴുതി പോവാ കേട്ടോ. ഒപ്പം ടൂറിസ്റ്റ് ഫ്ലോ ഇസ് ഡിറ്റർമൈൻഡ് ബൈ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ. എവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നത്, എവിടെയാണ് യാത്ര അവസാനിക്കുന്നത് എന്നത് കണക്കാക്കിയിട്ടാണ് എന്ത് നോക്കുന്നത്? ടൂറിസ്റ്റ് ഫ്ലോ നോക്കുന്നത്. ടൂറിസ്റ്റ് ഫ്ലോ ഇസ് ഡിറ്റർമൈൻഡ് ബൈ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ. പിന്നെ ആ 3 സ്ഥലങ്ങളും ഓർത്ത് വയ്ക്കുക. പാരീസ്, റോം, ബാലി. അതേപോലെ തന്നെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്താണെന്നും ഓർത്ത് വയ്ക്കുക കേട്ടോ. മോർ ടൈപ്സ് ഓഫ് ടൂറിസം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 4 പ്രൈമറി ഉണ്ട്. അത് നമ്മൾ പഠിച്ചു. ഇന്റർനാഷണൽ, ഡൊമസ്റ്റിക്, ഷോർട്ട് ഡിസ്റ്റൻസ്, ലോങ് ഡിസ്റ്റൻസ്. ഇനി നെക്സ്റ്റ് 8 എണ്ണം വരുന്നുണ്ട്. സോ ടൈപ്സ് ഓഫ് ടൂറിസം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ടും എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഫസ്റ്റ് ലെഷർ ടൂറിസം, ഓൾസോ നോൺ ആസ് റിക്രിയേഷണൽ ടൂറിസം. റിക്രിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വിനോദം. അതായത് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്നതാണ് ലെഷർ ടൂറിസം. ട്രാവൽ ഫോർ റിലാക്സേഷൻ, എൻ്റർടൈൻമെൻറ്റ് ആൻഡ് എൻജോയ്. നമുക്ക് എക്സാമ്പിൾ എഴുതാൻ പറ്റും. ഊട്ടി, ഷിംല, കുളു, മണാലി. നമുക്ക് ഇഷ്ടം പോലെ എക്സാമ്പിൾസ് എഴുതാൻ പറ്റും അല്ലേ അതിൽ. It boosts local economies, creates job opportunities, promote infrastructure development. ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രയും അടിസ്ഥാന സൗകര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാനും മെച്ചപ്പെടുത്താനും അതേപോലെ തന്നെ കുറേ ആൾക്കാർക്ക് ടൂറിസത്തിലൂടെ വരുമാനം നേടാനും എന്ത് ചെയ്തിട്ടുണ്ട്? പറ്റിയിട്ടുണ്ട് ലെഷർ ടൂറിസത്തിലൂടെ. ക്രിറ്റിക്സ് ആർഗ്യൂ ദാറ്റ് ലെഷർ ടൂറിസം ക്യാൻ റിസൾട്ട് ഇൻ എൻവിയോൺമെന്റൽ ഡീഗ്രഡേഷൻ. അതായത് എൻവിയോൺമെന്റലി കൺസേർവ് ചെയ്യേണ്ട കുറേയധികം സ്ഥലങ്ങളിൽ ആൾക്കാർ പോയിട്ട് എന്താണ്? മാർക്കറ്റിംഗ് നടത്താണ്. അവിടെ കച്ചവടം നടത്തുന്ന രീതി വരുമ്പോൾ അവിടെ എന്താണ്? എൻവിയോൺമെന്റൽ ഡിക്ലൈൻ സംഭവിക്കാൻ, ഡീഗ്രഡേഷൻ, നാശം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ആര് പറയുന്നത്? വിമർശകർ പറയുന്നത് ലെഷർ ടൂറിസത്തെ പറ്റി. ദെൻ സെക്കൻഡ് കൾച്ചറൽ ടൂറിസം. കൾച്ചറൽ എന്താണ്? സാംസ്കാരികമായിട്ടുള്ള രീതി. ഫോക്കസസ് ഓൺ എ കൺട്രി ഓർ റീജിയൻസ് കൾച്ചർ, ലൈഫ് സ്റ്റൈൽ, ഹിസ്റ്ററി, ആർട്ട്, ആർക്കിടെക്ചർ, റിലീജിയൻ എക്സെട്ര. അതായത് ഒരു രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു റീജിയൻ്റെയോ കൾച്ചർ സാംസ്കാരികമായിട്ടും അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളതും അവരുടെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഏതിൽ വരുന്നത്? കൾച്ചറൽ ടൂറിസത്തിൽ വരുന്നത്. അതിനെ പറ്റിയൊക്കെ പഠിക്കുന്ന രീതിയാണ് എന്ത്? കൾച്ചറൽ ടൂറിസം. ഇറ്റ് എൻകംപാസസ് അർബൻ ടൂറിസം. അർബൻ എന്താണ്? നഗരവൽക്കരണം. എക്സാമ്പിൾസ് എന്താണ്? മ്യൂസിയം. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് റൂറൽ ടൂറിസം. അപ്പോൾ അർബൻ ടൂറിസവും അതേപോലെ തന്നെ റൂറൽ ടൂറിസവും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടൂറിസം ഏതാണെന്ന് ചോദിച്ചാൽ ഏതെഴുതണം? കൾച്ചറൽ ടൂറിസം എഴുതണം. ഇറ്റ് ഹൈലൈറ്റ്സ് ഇൻഡിജീനസ് കൾച്ചർ, ട്രഡീഷൻസ്, വാല്യൂസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. അതായത് ഓരോ റീജിയൻസിനും ഓരോ രാജ്യക്കാർക്കും ഓരോ രീതിയിലുള്ള കൾച്ചർ ആയിരിക്കും. അവർ പിന്തുടർന്ന് വന്നുകൊണ്ടിരുന്ന രീതി എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നത് ഏതിലാണ് വരുന്നത്? കൾച്ചറൽ ടൂറിസത്തിലാണ് വരുന്നത്. Industrial tourism. Industrial tourism focuses on visits to industrial heritage sites, factories, etc. അപ്പോൾ ഫാക്ടറീസ് സന്ദർശിക്കുന്നത് ഏത് ടൈപ്പ് ടൂറിസം ആണ്? ഇൻഡസ്ട്രിയൽ വ്യവസായമാണ്. ദെൻ ക്രിയേറ്റീവ് ടൂറിസം. ക്രിയേറ്റീവ് ടൂറിസത്തിൽ വരുന്നതും ഇൻഡസ്ട്രിയൽ ടൂറിസത്തിൽ വരുന്നതും സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഇൻഡസ്ട്രിയൽ ടൂറിസത്തിൽ എന്താണ്? ഫാക്ടറീസ് ആണ് മെയിനായിട്ടും വിസിറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റീവ് ടൂറിസത്തിൽ മെയിനായിട്ട് വരുന്നത് എന്താണ്? പെയിൻറ്റിങ്, കുക്കിംഗ്. ഇതെല്ലാം എന്താണ്? ക്രിയേറ്റീവ് ടൂറിസത്തിൽ വരുന്നതാണ്. 2 മാർക്സ് ആയിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. തേർഡ് റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ ടൂറിസം. ആത്മീയമായിട്ടുള്ള മതപരമായിട്ടുള്ള ടൂറിസം. എങ്ങനെയാണ്? നമ്മൾ 2 മാർക്സ് ഡിസ്കഷനിൽ പറഞ്ഞതാണ്. അതായത് എല്ലാ ചാപ്റ്റേഴ്സിലെയും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞതാണ് അല്ലേ. വിസിറ്റിംഗ് പ്ലേസസ് ഓഫ് റിലീജിയസ് സിഗ്നിഫിക്കൻസ് ഫോർ റിലീജിയസ് ഡ്യൂട്ടീസ് ആൻഡ് സ്പിരിച്വൽ പർപ്പസസ്. ഇൻ ഇന്ത്യ ദർ ആർ ഗോൾഡൻ ടെമ്പിൾ, മധുര എക്സെട്ര. ഗോൾഡൻ ടെമ്പിളൊക്കെ എന്തിന് എക്സാമ്പിൾ? ഏതിൽ എക്സാമ്പിൾ വരുന്നതാണ്? റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ ടൂറിസത്തിൽ വരുന്നതാണ്. അതായത് മെയിനായിട്ടും മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക?
ടൂറിസം നടത്തുക, അതാണ് മെയിനായിട്ടും റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ ടൂറിസത്തിൽ വരുന്നത്. സ്പിരിച്വൽ ടൂറിസം ഇൻവോൾവ്സ് ഇൻഡിവിജ്വൽസ് നാവിഗേറ്റിംഗ് ഫെയ്ത്ത് ആൻഡ് റിലീജിയൻ ത്രൂ ആക്ടിവിറ്റീസ് ലൈക്ക് യോഗ, മെഡിറ്റേഷൻ. അപ്പോൾ സ്പിരിച്വൽ ടൂറിസത്തിന് എന്തെങ്കിലും എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെഴുതണം? യോഗ, മെഡിറ്റേഷൻ. അതേപോലെ തന്നെ റിലീജിയസ് ടൂറിസത്തിന് എക്സാമ്പിൾ ആയിട്ട് എന്തെഴുതണം? ഗോൾഡൻ ടെമ്പിൾ. എക്സാമ്പിൾസ് ആണ് മെയിനായിട്ടും നോട്ട് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ അതിൽ. ദെൻ fourth one, wildlife tourism. Country's wildlife includes lions, tigers, elephant, etc. Many of India's 112 national parks. അതാണ് മെയിനായിട്ടും നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അതിൻ്റെ നമ്പർ എത്ര നാഷണൽ പാർക്കാണ് ഇന്ത്യയിൽ എന്ന നമ്പറാണ് മെയിനായിട്ടും നോട്ട് ചെയ്ത് വെക്കേണ്ടത്. 1,000 അല്ല, 112, 112. Which covers 1.21% of country's surface area offer wildlife safaris. എത്ര പെർസെൻറ്റേജ് ആണ് മൊത്തത്തിൽ കവർ ചെയ്യുന്നത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. 1.21%. Then ഫിഫ്ത്ത് വൺ, അഡ്വഞ്ചർ ടൂറിസം. അഡ്വഞ്ചർ ടൂറിസത്തിൽ 2 ടൈപ്സ് വരുന്നുണ്ട്. സോഫ്റ്റ് അഡ്വഞ്ചറും അതേപോലെ തന്നെ ഹാർഡ് അഡ്വഞ്ചറും. അത് നമുക്ക് പഠിക്കാം. കമ്പൈൻസ് റിസ്ക്, സ്പെഷ്യൽ സ്കിൽസ് ആൻഡ് ഫിസിക്കൽ എഫേർട്ട്. ഫിസിക്കൽ എഫേർട്ട് വരുന്ന ടൂറിസം ഏതാണെന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഏതാണ്? അഡ്വഞ്ചർ ടൂറിസം. ഇന്ത്യസ് ജോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ് ഇൻക്ലൂഡ് 70% ഓഫ് ഹിമാലയാസ്, 7,000 കിലോമീറ്റർ ഓഫ് കോസ്റ്റ് ലൈൻ ആൻഡ് എ 10th place ranking in total forest coverage. അതായത് ടോട്ടൽ ഫോറസ്റ്റ് കവറേജിൽ 10th place വരുന്നതും അതേപോലെ തന്നെ 7,000 കിലോമീറ്റർ ഓഫ് കോസ്റ്റ് ലൈനും 70% ഹിമാലയാസും എന്തിലുണ്ട്? നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിൽ അഡ്വഞ്ചറസ് ടൂറിസത്തിനുള്ള ചാൻസും അതേപോലെ കൂടുതലാണെന്നാണ് പറയണത്. ദെൻ ഹാർഡ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്. എന്തൊക്കെയാണ് ഹാർഡ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൽ വരുന്നത്? എക്സാമ്പിൾസ് ആണ് അതിൽ മെയിനായിട്ടും നോട്ട് ചെയ്ത് വെക്കേണ്ടത്. സ്കൂബ ഡൈവിംഗ്, സ്കൈ ഡൈവിംഗ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഹാർഡ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൽ മെയിനായിട്ടും ഇൻക്ലൂഡ് ഹൈ റിസ്ക് വരുന്ന അഡ്വഞ്ചർ ഏതാണ്? ഹാർഡ് അഡ്വഞ്ചർ ആക്ടിവിറ്റി ആണ്. പറയാൻ കാരണം സോഫ്റ്റ് അഡ്വഞ്ചറിൽ ലെസ് റിസ്ക് ആണ് വരുന്നത്. സോ കമ്പാരിസൺ ഒരു 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ് എഴുതിയാൽ മതിയാവും. പിന്നെ എക്സാമ്പിളും എഴുതി വയ്ക്കുക. എക്സാമ്പിൾ എന്താണ്? സ്കൂബ ഡൈവിംഗ്, സ്കൈ ഡൈവിംഗ്, ഹാങ് ഗ്ലൈഡിംഗ് എക്സെട്ര. ഹാർഡ് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിൽ. സോഫ്റ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്. അപ്പോൾ ഹാർഡ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൽ ഹൈ റിസ്ക് ആണ്. സോഫ്റ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൽ എന്താണ്? ലോ റിസ്ക് ആണ്, ലെസ് റിസ്ക് ആണ് വരുന്നത്. എക്സാമ്പിൾ മെയിനായിട്ട് പഠിച്ചു വയ്ക്കുക. എന്താണ്? ഹൈക്കിംഗ്, ക്യാമ്പിംഗ്, ബൈക്കിംഗ് എക്സെട്ര. ഇനി എക്കോ ടൂറിസം. എക്കോ എന്നുള്ള വാക്ക് കേട്ടാൽ തന്നെ എന്താണ്? പ്രകൃതിയുമായി ബന്ധപ്പെട്ടത്, നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തത് എന്നാണ് എക്കോ എന്ന വാക്കിന് തന്നെ അർത്ഥം. സോ എക്കോ ടൂറിസം എന്ത് വന്നാലും എന്താണ്? റിലേറ്റഡ് ടു നേച്ചർ എന്ന് എഴുതി വെക്കാനായിട്ട് നോക്കാം കേട്ടോ. റിലേറ്റഡ് ടു നേച്ചർ ബെനിഫിറ്റ്സ് ലോക്കൽ കമ്മ്യൂണിറ്റി. അതായത് ജനവിഭാഗം, ഓരോ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവുമല്ലോ, അവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അവരെ പറ്റി അറിയാനും എന്ത് സഹായിക്കും? എക്കോ ടൂറിസം സഹായിക്കും. എക്സാമ്പിൾ എന്താണ്? സൈലന്റ് വാലി എഴുതാം. ഫസ്റ്റ് പ്ലാൻഡ് എക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ തെന്മല. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് പ്ലാൻഡ് എക്കോ ടൂറിസം ഡെസ്റ്റിനേഷൻ ഏതാണ്? തെന്മല ഇൻ കേരള. ഇന്ത്യ കറൻ്റ്ലി ഹാസ് 80 നാഷണൽ പാർക്സ് ആൻഡ് 441 സാങ്ച്വറീസ്. 441 സാങ്ച്വറീസ്, 80 നാഷണൽ പാർക്സ്. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടത് എന്താണെന്ന് മനസ്സിലായോ? ഫസ്റ്റ് വൺ എക്കോ ടൂറിസം. എക്കോ എന്നുള്ള വാക്കിന് തന്നെ നേച്ചർ റിലേറ്റഡ്, അത് കഴിഞ്ഞു. ദെൻ സെക്കൻഡ് വൺ എന്താണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്? 80 നാഷണൽ പാർക്സും അതേപോലെ തന്നെ 441 സാങ്ച്വറീസുമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇന്ത്യയിൽ കറൻ്റ്ലി. ഇനി 7th one, സസ്റ്റൈനബിൾ ടൂറിസം. സസ്റ്റൈനബിൾ ടൂറിസം ഡിഫൈൻഡ് ബൈ UNEP ആൻഡ് UNWTO. UNEPൻ്റെ ഫുൾ ഫോം എന്താണ്? UN എൻവിയോൺമെൻറ്റ് പ്രോഗ്രാം. UN എൻവിയോൺമെൻറ്റ് പ്രോഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്, ഇപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ദെൻ UNWTO, UN വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ. ടൂറിസം അപ്രോച്ച് ദാറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ഇറ്റ്സ് ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവിയോൺമെൻറ്റൽ ഇമ്പാക്ട്സ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് പാഠം തുടങ്ങുന്ന സമയത്ത്, ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവിയോൺമെൻറ്റൽ ഇമ്പാക്ട്സ്. അതായത് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടുമുള്ള ആ ഒരു വളർച്ചയ്ക്ക്, ആ ഒരു ഡെവലപ്മെൻറ്റിന് എന്ത് സഹായിച്ചിട്ടുണ്ട്? ടൂറിസം സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും സസ്റ്റൈനബിൾ ടൂറിസം ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. സസ്റ്റൈനബിൾ ടൂറിസം ഷുഡ് മാക്സിമൈസ് എൻവിയോൺമെൻറ്റൽ റിസോഴ്സസ്, പ്രൊട്ടക്ട് നാച്ചുറൽ ഹെറിറ്റേജ്, പ്രൊമോട്ട് ഇന്റർകൾച്ചറൽ അണ്ടർസ്റ്റാൻഡിംഗ്, സോഷ്യൽ സർവീസസ്, പോവർട്ടി എലിവേഷൻ എറ്റ്സെട്ര. അപ്പോൾ സസ്റ്റൈനബിൾ ടൂറിസം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏതൊക്കെ പോയിന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? പ്രൊട്ടക്ട് നേച്ചുറൽ ഹെറിറ്റേജ്. ഹെറിറ്റേജ് എന്താണ്? നമ്മുടെ പൈതൃകം. അതേപോലെ തന്നെ പ്രൊമോട്ട് ഇന്റർകൾച്ചറൽ അണ്ടർസ്റ്റാൻഡിംഗ്, സോഷ്യൽ സർവീസസ്, പോവർട്ടി എലിവേഷൻ. ഇതൊക്കെ ഇതിൽ വരുന്നതാണ്, സസ്റ്റൈനബിൾ ടൂറിസത്തിൽ വരുന്നതാണ്. സസ്റ്റൈനബിൾ ടൂറിസം ഡെവലപ്മെൻറ്റ് റിക്വയർസ് ഇൻഫോംഡ് സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ ആൻഡ് സ്ട്രോങ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്. സ്റ്റേക്ക് ഹോൾഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏതൊരു കാര്യം തുടങ്ങുകയാണെങ്കിലും അതിൽ അത്രയും ഇൻട്രസ്റ്റോട് കൂടി, അത്രയും കൺസേണോട് കൂടി അത് നോക്കിക്കാണുന്ന ആൾക്കാരെയാണ് സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷനിൽ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ സ്ട്രോങ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, അത്രയും രാഷ്ട്രീയപരമായി
മുന്നേറി നിൽക്കുന്ന ആൾക്കാരെ, അത്രയും നേതൃത്വം കൊടുക്കാൻ താല്പര്യപ്പെടുന്ന, അതിന് അധികാരമുള്ള ആൾക്കാരെയാണ് ഏതിൽ ഉപയോഗിക്കുന്നത്? സസ്റ്റൈനബിൾ ടൂറിസത്തിൽ മെയിനായിട്ടും ഉപയോഗിക്കുന്നത്. എൻഷുറിങ് ഹൈ ടൂറിസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ. ഹൈ ടൂറിസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ടൂറിസം ആണ് എന്നുള്ളത് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഏതാണ്? സസ്റ്റൈനബിൾ ടൂറിസം ആണ്. ദെൻ 8th വൺ, അതായത് ടൈപ്സ് ഓഫ് ടൂറിസത്തിലെ ഏറ്റവും ലാസ്റ്റ് വൺ ആണ് മെഡിക്കൽ ടൂറിസം. മെഡിക്കൽ ടൂറിസം എന്താണ്? ചികിത്സയ്ക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സർജറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പുറത്തോട്ടോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലേക്കോ വരുന്ന ആൾക്കാരെയാണ് മെഡിക്കൽ ടൂറിസ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സാണ് മെഡിക്കൽ ടൂറിസം. ഓൾസോ നോൺ ആസ് ഹെൽത്ത് ഓർ സർജിക്കൽ ടൂറിസം. ഹെൽത്ത് ഓർ സർജിക്കൽ ടൂറിസം എന്നുകൂടി അറിയപ്പെടുന്ന ടൂറിസം ഏതാണ്? മെഡിക്കൽ ടൂറിസം. ഇന്ത്യ ഹാസ് ബീൻ പോപ്പുലർ ഡെസ്റ്റിനേഷൻ ഫോർ മെഡിക്കൽ ടൂറിസം ഡ്യൂ ടു ഇറ്റ്സ് കോമ്പറ്റേറ്റീവ് പ്രൈസിംഗ്, ഹൈ ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ്സ് ആൻഡ് ലോ ലിവിംഗ് കോസ്റ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ കാരണമാണ് ഇന്ത്യയിലേക്ക് ആൾക്കാർ എന്തിന് വരുന്നത്? മെഡിക്കൽ ഇഷ്യൂസ് ലെവലിൽ, അതായത് ഹെൽത്ത് ഇഷ്യൂസിന്, ഹെൽത്ത് സർജറിക്ക് ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? 3 പോയിന്റ്സ് ആണ് അവിടെ പഠിക്കാനുള്ളത്. ഏതൊക്കെ പോയിന്റ്സ് ആണ്? കോമ്പറ്റേറ്റീവ് പ്രൈസിങ്, അതായത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ്? പ്രൈസ് കുറവാണ്. അതേപോലെ തന്നെ ഹൈ ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ്സ് ആൻഡ് ലോ ലിവിംഗ് കോസ്റ്റ്. ഇത് 3ഉം നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഗവൺമെൻറ് ഹാസ് സപ്പോർട്ടഡ് ത്രൂ നാഷണൽ ഹെൽത്ത് പോളിസി ഓഫ് 2002 ആൻഡ് ഹോളിസ്റ്റിക് ഹെൽത്ത് കെയർ സർവീസസ്. ഇതിന് ഗവൺമെൻറ്റും പിന്തുണ നൽകിയത് എങ്ങനെയാണ്? 2002 നാഷണൽ ഹെൽത്ത് പോളിസി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹോളിസ്റ്റിക് ഹെൽത്ത് കെയർ സർവീസസ്, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഗവൺമെൻറ് എങ്ങനെയാണ് ഇന്ത്യൻ്റെ ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്തതെന്നുള്ളതിന് 2 കാര്യങ്ങളാണ്. 2002 നാഷണൽ ഹെൽത്ത് പോളിസി ആൻഡ് ഹോളിസ്റ്റിക് കെയർ സർവീസസ്. ഇനി ഹിസ്റ്റോറിക്കൽ ടൂറിസം. അപ്പോൾ ടൈപ്സ് ഓഫ് ടൂറിസം കഴിഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആണ്, എസ്ഐക്കുള്ള ഒരു സ്കോപ്പുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Historical tourism and economy impact. Tourism is an economic sector that provides employment through transportation, lodging, food, boating, etc. അതായത് ബോട്ടിങ്ങിലൂടെയും ഫുഡ് ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ള മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ട്രാൻസ്പോർട്ടേഷൻ, ടാക്സി, അതൊക്കെ ഇതിലാണ് വരുന്നത്? എംപ്ലോയ്മെൻറ്റിലാണ്. അതായത് കുറേ ആൾക്കാർക്ക് ഒരു ജീവിത മാർഗ്ഗമാണ് എന്തെന്ന് പറയുന്നത്? ടൂറിസം എന്ന് പറയുന്നത്. സോ ടൂറിസം കൊണ്ട് ഇക്കണോമിക് മേഖലയിലും, അതായത് സാമ്പത്തികമായിട്ടുള്ള രീതിയിലും ഒരുപാട് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓൾസോ ഇംപ്രൂവ്സ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അതായത് അടിസ്ഥാന സൗകര്യങ്ങളും ഡെവലപ്പ് ചെയ്യാൻ, മെച്ചപ്പെടുത്താൻ എന്തുകൊണ്ട് സഹായിച്ചിട്ടുണ്ട്? ടൂറിസം കൊണ്ട് സഹായിച്ചിട്ടുണ്ട്. ഓൾസോ പ്രൊമോട്ട്സ് ഫോറിൻ എക്സ്ചേഞ്ച്, അതായത് പുറം രാജ്യങ്ങളിലേക്കുള്ള ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഉണ്ടല്ലോ, അതൊക്കെ ഇതിൽ വരുന്നതാണ്, ഫോറിൻ എക്സ്ചേഞ്ചിൽ വരുന്നതാണ്. ക്രിയേറ്റ്സ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തേക്ക്. ഫുൾ ഫോം ആയിട്ട് ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ദെൻ പോസിറ്റീവ് ഇമ്പാക്റ്റും ഉണ്ട്, നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ട്. അത് എല്ലാ കാര്യത്തിനും അങ്ങനെയാണല്ലോ. അപ്പോൾ പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്താണ്? ടൂറിസം കൊണ്ടുവന്ന പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്? ഗവൺമെൻറ് ടു റേസ് റവന്യൂ ത്രൂ ടാക്സസ് ഓൺ ടൂറിസം, എംപ്ലോയ്മെൻറ്റ്, ബിസിനസ്, ടോൾ ടാക്സസ് എക്സെട്ര. ഗവൺമെൻറ്റിന് എന്താണ്? ഒരുപാട് റവന്യൂ കിട്ടി തുടങ്ങി. എന്തിലൂടെ? ടൂറിസത്തിലൂടെ. ടൂറിസം എൻകറേജസ് ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലോക്കൽ ഇൻഫ്രാസ്ട്രക്ചർ റിസൾട്ടിങ് ഇൻ ഇംപ്രൂവ്ഡ് ഫെസിലിറ്റീസ്. അതായത് അത്രയ്ക്കും ഫെസിലിറ്റേറ്റഡ് അല്ലാത്ത, ഡെവലപ്മെൻറ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾക്കെല്ലാം ഡെവലപ്മെൻറ്റ് വന്നു തുടങ്ങി. അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചു തുടങ്ങി ടൂറിസം കാരണം. പിന്നെന്താണ്? ഇറ്റ് ബെനിഫിറ്റ്സ് ലോക്കൽ ഇക്കോണമി ആൻഡ് ഇൻക്രീസസ് ഇൻകം ഫോർ ലോക്കൽസ്. അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും ഇൻകം വരുന്ന രൂപത്തിൽ, അവർക്കും വരുമാനം വരുന്ന രൂപത്തിൽ എന്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്? ടൂറിസത്തിന് ഇംപ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ടൂറിസം കോൺട്രിബ്യൂട്ട്സ് ടു ടോട്ടൽ എംപ്ലോയ്മെൻറ്റ്. ഇറ്റ് ഈസ് സോൾ ടൂൾ ഫോർ ഡെവലപ്മെൻറ്റ്. സോൾ ടൂൾ ഫോർ ഡെവലപ്മെൻറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ടൂറിസമാണ്. 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ദെൻ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താണ്? നമ്മൾ ഇത്ര നേരം പറഞ്ഞത് എന്താണ്? പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. ഇനി നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്? നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓൺ LDC, ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്. LDCൻ്റെ ഫുൾ ഫോം എന്താണ്? ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്. ഹിഡൻ കോസ്റ്റ് സച്ച് ആസ് ഇമ്പോർട്ടേഷൻ ഓഫ് ലോ ക്വാളിറ്റി ലോക്കൽ പ്രോഡക്ട്സ്. അതായത് ലോക്കലായിട്ടുള്ള കുറഞ്ഞ ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് എല്ലാം നമുക്ക് ഓരോ രാജ്യത്തിലേക്കും ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, അതായത് അത്രയും വില കൂട്ടിയിട്ട് അത്രയും ലോക്കൽ പ്രോഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യുന്ന രീതി വരുന്നതിലൂടെ എന്ത് സംഭവിക്കുകയാണ്? ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ടൂറിസത്തിന് സംഭവിക്കുകയാണ്. ദി ഗ്രോത്ത് ഓഫ് ടൂറിസം റേസസ് ദി വാല്യൂ ഓഫ് സർവീസസ് ആൻഡ് ലാൻഡ്, മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ലോക്കൽസ് ടു മീറ്റ് ദെയർ ബേസിക് റിക്വയർമെൻറ്റ്സ്. അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായി ടൂറിസം വന്നതിലൂടെ, ആ ഒരു ഡെവലപ്മെൻറ്റ് വന്നതിലൂടെ സ്ഥലത്തിനും സാധനങ്ങൾക്കും വില കൂടാനായിട്ട് തുടങ്ങി. അങ്ങനെ വില കൂടുന്ന സമയത്ത് സാധാരണക്കാർക്ക് അതെന്ത് ചെയ്യാൻ പറ്റണില്ല? താങ്ങാനായിട്ട് പറ്റണില്ല പലപ്പോഴും.
Then people are relocated to build infrastructure such as airports, hotels, nature reserves, etc. അതായത് ഇങ്ങനെ ഡെവലപ്മെൻറ്റ് വരുന്നതിനനുസരിച്ചിട്ട് എന്തും വർദ്ധിക്കുകയാണ്. എയർപോർട്ട്സ്, അതേപോലെ തന്നെ ഹോട്ടൽസ്, നേച്ചർ റിസർവ്സ്, ഇതെല്ലാം വർദ്ധിക്കുകയാണ്. അങ്ങനെ വർദ്ധിക്കുന്ന സമയത്ത് അവിടെ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ എല്ലാം ഒഴിപ്പിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ അവർക്കും എന്താണ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ടൂറിസത്തിലൂടെ വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടൂറിസം വന്നിട്ടുണ്ടെങ്കിൽ. ഇമ്പാക്റ്റ് ഓഫ് ടൂറിസം എന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് സൈഡും എഴുതണം, നെഗറ്റീവ് സൈഡും എഴുതണം. 5 മാർക്സിനുള്ള ചോദിക്കാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യൂണിറ്റ് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് യൂണിറ്റ് 2 കൺസർവേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ്. എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പോണത്. ടെക്സ്റ്റിലുള്ള എല്ലാ പോയിന്റ്സും ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ പോണത്. സോ എന്ത് ചെയ്യുക, എല്ലാ പോയിന്റ്സും ഇങ്ങനെ നോട്ട് ചെയ്ത് ചെറിയ ഷോർട്ട് നോട്ടായിട്ട് നോട്ട് ചെയ്ത് പോകാൻ ശ്രമിക്കുക കേട്ടോ. കൺസർവേഷൻ എന്താണ്? കൺസർവേഷൻ സംരക്ഷിക്കുക, അല്ലെ, പ്രൊട്ടക്ട് ചെയ്യുക, ഒരു കെയർ കൊടുക്കുക, അതൊക്കെയാണ് കൺസർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺസർവേഷൻ റെഫേഴ്സ് ടു ഓൾ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഫോർ കെയറിംഗ് എ ലൊക്കേഷൻ ഇൻ ഓർഡർ ടു പ്രിസർവ് ഹിസ്റ്റോറിക്കൽ, ആർക്കിടെക്ചറൽ, ആർട്ടിസ്റ്റിക് ഓർ കൾച്ചറൽ സിഗ്നിഫിക്കൻസ്. സാംസ്കാരികപരമായിട്ടോ അല്ലെങ്കിൽ ചരിത്രപരമായിട്ടോ ഇമ്പോർട്ടൻസ് ഉള്ള എന്തെങ്കിലും ഒരു സ്ഥലം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൊന്യൂമെൻറ്റ് സംരക്ഷിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? കൺസർവേഷൻ എന്ന് പറയുന്നത്. ഓൾഡസ്റ്റ് റെക്കോർഡ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 3rd century BCE when Ashoka issued an edict to protect species. ഇന്ത്യയിലുള്ള സ്പീഷീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അശോക എഡിക്റ്റ് ചെയ്തത്, അതായത് ഒരു എഡിക്റ്റ് ഇറക്കിയിട്ടുള്ളത്, പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഏത് സെഞ്ചുറിയിലാണ്? 3rd century BCEയിലാണ്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. 14th century CE ഫിറോസ് ഷാ തുഗ്ലക് issued an order to save historical structure. അപ്പോൾ ഫസ്റ്റ് വൺ ഇന്ത്യയിലുള്ള സ്പീഷ്യസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിക്റ്റ് ചെയ്തത് ആരാണ്? അശോക ആണ്. 3rd century BCEയിലാണ്. ഇനി 14th century CEയിൽ ഫിറോസ് ഷാ തുഗ്ലക് എന്ത് ചെയ്തു? ഹിസ്റ്റോറിക്കൽ സ്ട്രക്ചർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്തു. ദെൻ മദ്രാസ് റെഗുലേഷൻ 7 വാസ് പാസ്ഡ് ഇൻ 1817. ദി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ASI. മദ്രാസ് റെഗുലേഷൻ എപ്പോഴാണ് പാസ് ചെയ്തതെന്നുള്ള ഇയർ നോട്ട് ചെയ്ത് വെക്കണം. പാസ് ഔട്ട് ചെയ്തത് ഏതാണ്? 1817. ദി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ASI, അതും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഫുൾ ഫോമിൻ്റെ കാര്യത്തിൽ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. വാട്ട് ഈസ് ഫുൾ ഫോം ഓഫ് ASI എന്ന് പറഞ്ഞിട്ട് ഏതാണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1861 ബൈ ആരാണ്? അലക്സാണ്ടർ കണ്ണിംഗം. ഇത് നമ്മൾ 2 മാർക്സിൽ ഡിസ്കസ് ചെയ്തതാണ്, അതായത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അലക്സാണ്ടർ കണ്ണിംഗം ആണ് എന്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഏത് ഇയറിലാണ്? 1861. റെസ്പോൺസിബിൾ ഫോർ കൺസർവേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ്. എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു സർവേ? ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനും അതിൻ്റെ മെയിൻ്റനൻസിനും വേണ്ടിയിട്ടാണ് 1861 അലക്സാണ്ടർ കണ്ണിംഗം ഇങ്ങനെയുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഡിറ്റീരിയോറേറ്റിംഗ് ഹെറിറ്റേജ് സൈറ്റ്സ്. ഡിറ്റീരിയോറേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഡിക്ലൈൻ അല്ലെങ്കിൽ ആ ഒരു നാശം സംഭവിക്കുന്നത്, ഹെറിറ്റേജ് സൈറ്റിൻ്റെ നാശം സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിന് കാരണമായിട്ടുള്ളത്? ഏതൊക്കെയാണ്? ഹെറിറ്റേജ് ഇസ് വാട്ട് ഷേപ്പ് സൊസൈറ്റീസ് ഐഡൻറ്റിറ്റി ആൻഡ് ഇസ് പാസ്ഡ് ഡൗൺ ത്രൂ ജനറേഷൻസ്. അതായത് തലമുറകളായിട്ടും കൈമാറി വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? പൈതൃകം, ഹെറിറ്റേജ് എന്ന് പറയുന്നത്. അതാണ് ഒരു സൊസൈറ്റീൻ്റെ ഐഡൻറ്റിറ്റിനെ ഷേപ്പ് ചെയ്യുന്ന മെയിൻ ആയിട്ടുമുള്ള ഘടകം എന്ന് പറയുന്നത്. വാട്ട് ഇസ് ഹെറിറ്റേജ് എന്ന് ചിലപ്പോൾ 1 മാർക്കിനോ 2 മാർക്കിനോ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ്? ഹെറിറ്റേജ് ഇസ് വാട്ട് ഷേപ്പ് സൊസൈറ്റീസ് ഐഡൻറ്റിറ്റി ആൻഡ് ഇസ് പാസ്ഡ് ഡൗൺ ത്രൂ ജനറേഷൻസ്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ്സ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് സോളാർ റേഡിയേഷൻ, വെറ്റ്നസ്, ആസിഡ് റെയിൻ എക്സെട്ര. അതായത് ഇങ്ങനെയുള്ള എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, പ്രകൃതിയിൽ നിന്ന് തന്നെ വരുന്ന ആ ഒരു ഫാക്ടേഴ്സ് എന്തിന് കാരണമാവുന്നുണ്ട്? ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് അല്ലെങ്കിൽ മൊന്യൂമെൻറ്റ്സ്. ഇപ്പോൾ എക്സാമ്പിൾ താജ്മഹലിൻ്റെ ഒക്കെ കാര്യം നമ്മൾക്ക് അറിയുന്നതാണ്. എന്താണ്? ആസിഡ് റെയിൻ, അതേപോലെ സോളാർ റേഡിയേഷൻ. ഇതെല്ലാം എന്തിൽ? ഹിസ്റ്റോറിക്കൽ സൈറ്റ്സിൻ്റെ ആ ഒരു ഡാമേജ് വരുത്തുന്നതിൽ എന്താണ്? ഫാക്ടറാണ്. എയർ പൊല്യൂഷൻ, എർത്ത് ക്വിക്സ്, വിൻഡ് സ്റ്റോംസ് ആർ ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഡിറ്റീരിയോറേഷൻ ഓഫ് ദീസ് സൈറ്റ്സ്. അതായത് ഡിക്ലൈൻ ഓഫ് ദീസ് സൈറ്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ സോളാർ റേഡിയേഷൻസ്, ആസിഡ് റെയിൻസ്, പിന്നെ എർത്ത് ക്വിക്സ്, എയർ പൊല്യൂഷൻ, ബയോകെമിക്കൽ ഏജൻസ്, സോലിബിൾ സോൾട്ട്, വാൻഡാലിസം. വാൻഡാലിസം ഒരു ടേമാണ്, 2 മാർക്സിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. മറ്റേ പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ പോകുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ എഴുതി പോകും. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ അത് കറക്റ്റായിട്ട് കയറും. ഏതൊക്കെയാണ്? എർത്ത് ക്വിക്ക്, എയർ പൊല്യൂഷൻ, വിൻഡ് സ്റ്റോം, ബയോകെമിക്കൽ ഏജൻസ്, സോലിബിൾ സാൾട്ട്, ആസിഡ് റെയിൻ, സോളാർ റേഡിയേഷൻസ് എക്സെട്ര. ഇതൊക്കെയാണ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. അതായത് ഈ ഒരു മോണ്യൂമെൻറ്റ്സ് അല്ലെങ്കിൽ സൈറ്റ്സിനെ ഡാമേജ് ചെയ്യുന്ന രീതിയിലുള്ള എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. ദെൻ നെക്സ്റ്റ് വൺ വാൻഡലിസം. വാൻഡലിസം ഇസ് അനദർ കോസ്. വാൻഡലിസം റെഫേഴ്സ് ടു ആക്ഷൻസ് ദാറ്റ് ഹു റൂയിൻ എനിത്തിങ് സച്ച് ആസ് ഗ്രാഫ്റ്റി ഡൺ ടു എനി പ്രോപ്പർട്ടി വിതൗട്ട് ദി ഓണേഴ്സ് കൺസെൻറ്റ്. ഓണേഴ്സ് കൺസെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണറിൻ്റെ
അനുവാദമില്ലാതെ എന്താണ് നമ്മൾ ഇപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് എന്താണ് അല്ലെങ്കിൽ ഒരു ഇപ്പോൾ താജ്മഹലിലൊക്കെ പോയിട്ട് നമ്മൾ അവിടുത്തെ ചുമരിലൊക്കെ എഴുതുകയാണെങ്കിൽ അതെന്താണ് അത്രയും കുറ്റകൃത്യമാണ്. അതൊക്കെ ഇതിൽ വരുന്നതാണ്, വാൻഡലിസത്തിൽ വരുന്നതാണ്. അങ്ങനെയുള്ള എന്ത് ആക്ടിവിറ്റീനും ഗ്രാഫിറ്റി എന്ന് ഉദ്ദേശിച്ചത് എന്താണ്, ചുമരിൽ എഴുതുക, എന്തെങ്കിലും പബ്ലിക് ആയിട്ടുള്ള ചുമരിലോ അല്ലെങ്കിൽ ആർക്കിടെക്ചറിലോ നമ്മൾ നമ്മുടേതായിട്ടുള്ള കുരുത്തക്കേടുകൾ കാണിക്കുക, അതാണ് ഇതിൽ വരുന്നത്, വാൻഡലിസത്തിൽ വരുന്നത്. വാൻഡലിസം എന്താണ്, കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. ഓണേഴ്സിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ, ഓണേഴ്സിൻ്റെ അനുവാദമില്ലാതെ ചെയ്യുന്നതാണ് വാൻഡലിസം. ദെൻ ക്രൈറ്റീരിയ ഫോർ ലിസ്റ്റിംഗ് ഓഫ് കൺസർവേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ്. ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് കൺസർവ് ചെയ്യാൻ എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് വേണ്ടത്? മെയിനായിട്ട് 3 എണ്ണമാണ്. ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്, ആ ഒരു സൈറ്റിന് എത്രത്തോളം ചരിത്രപരമായ പ്രാധാന്യമുണ്ടെന്ന് നോക്കണം. അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഇൻറ്റഗ്രിറ്റി, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ബിൽഡിംഗ് ഫോർ കൺസർവേഷൻ, ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. അതായത് ഒരു ബിൽഡിംഗ് കൺസർവേഷൻ ആയിട്ട്, അതായത് അത് സംരക്ഷിക്കാൻ പോകുകയാണ് എന്ന് പറയുന്നതിന് മുന്നേ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നോക്കേണ്ടതായിട്ടുള്ളത്? കണക്ഷൻ ടു ഈവൻറ്റ്സ്, ആക്ടിവിറ്റീസ്, ട്രെൻഡ്സ്, കണക്ഷൻസ് വിത്ത് സിഗ്നിഫിക്കൻറ്റ് ഇൻഡിവിജ്വൽസ്, ഇലിസ്ട്രേറ്റിംഗ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഹിസ്റ്ററി, ടെക്നിക്കൽ ഇന്നോവേഷൻസ് സച്ച് ആസ് ഡാംസ്, ബ്രിഡ്ജസ് എക്സെട്ര, യുണീക്ക് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡിസൈൻ. അതായത് ആ ഒരു ബിൽഡിംഗ് ഏത് ഡിസൈനിലാണ്, അത് അത്രയും സ്പെഷ്യൽ ഉള്ളതാണോ, യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ ആണോ, ഏത് രീതിയിലാണ് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്, അതേപോലെ തന്നെ ഇൻഡിവിജ്വൽസ് ആയിട്ട് ഏതൊക്കെ ഇൻഡിവിജ്വൽസ് ആയിട്ടാണ് അതിന് കണക്ഷൻസ് ഉള്ളത്, ഏതൊക്കെ ഇവൻറ്റ്സ് ആയിട്ടാണ്, ആക്ടിവിറ്റീസ് ആയിട്ടാണ്, ട്രെൻഡ്സ് ആയിട്ടാണ് കണക്ഷൻ ഉള്ളത്, അതേപോലെ തന്നെ ബ്രിഡ്ജസ്, ഡാംസ്, അങ്ങനെയുള്ള ഇന്നോവേഷൻസ്, ടെക്നിക്കൽ ഇന്നോവേഷൻസ് എല്ലാം കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുന്ന രീതിയിലാകുമോ എന്നൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഒരു ബിൽഡിംഗ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മൊന്യൂമെൻറ്റ്സ്, ഒരു ഹിസ്റ്റോറിക്കൽ സൈറ്റായിട്ട് അത് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ എ ടൗൺ region can be used to collect past patterns and properties throughout a specific period. This is known as historical background. അപ്പോൾ എന്താണ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്താണ് എ ടൗൺ, റീജിയൻ, അതായത് ഒരു റീജിയൻ, ഒരു ഭാഗം മാത്രം, അല്ലെങ്കിൽ ഏതെങ്കിലും റീജിയൻ, ഏതെങ്കിലും ടൗൺ, അതിൻ്റെ പാസ്റ്റ് ആയിട്ടുള്ള പാറ്റേൺസ് ആൻഡ് പ്രോപ്പർട്ടീസ്, ഒരു സ്പെസിഫിക് പീരീഡ്, ഒരു കാലയളവിൽ അതിൻ്റെ ആ ഒരു റീജിയൻ്റെ പാസ്റ്റ് കഥകൾ, എന്തൊക്കെ ചരിത്രപരമായിട്ടുള്ള നേട്ടങ്ങളാണ് അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യമാണ് ആ ഒരു റീജിയൻ ഉള്ളത്, അതെല്ലാം മനസ്സിലാക്കുന്ന ആ ഒരു ടൈം പീരീഡാണ് ശരിക്കും എന്ത്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഹെറിറ്റേജ് ഗ്രേഡിംഗ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ. എന്താണ്, ഏതൊക്കെ 3 ഗ്രേഡിങ്സ് ആണ്, ഗ്രാൻഡിങ്സ് അല്ല എന്നില്ല അവിടെ, ഏതൊക്കെ 3 ഗ്രേഡിങ്സ് ആണ് വരുന്നത്? ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3. ഇത്ര എഴുതി കഴിഞ്ഞാൽ തന്നെ അതിനുള്ള മാർക്ക് വീഴാണ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഗ്രേഡ് 1 ഏതിനൊക്കെയാണ് യൂസ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ പറ്റണം. ഗ്രേഡ് 1 എന്താണ്? ദോസ് ദാറ്റ് ആർ ഓഫ് നാഷണൽ ഓർ ഹിസ്റ്റോറിക് സിഗ്നിഫിക്കൻസ്, ഓൾവേസ് ബീൻ ദി ഏരിയാസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്സ്. അതായത് ഒരു ഏരിയയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ലാൻഡ്മാർക്ക് ആയിട്ടാണ് ഗ്രേഡ് 1 വരുന്നതിനെ കണക്കാക്കുന്നത്. നാഷണൽ ഓർ ഹിസ്റ്റോറിക് സിഗ്നിഫിക്കൻസ്, ചരിത്രപരമായിട്ടും നാഷണലായിട്ടും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളതാണ് ഇതിൽ വരുന്നത്, ഗ്രേഡ് 1 വരുന്നത്. ദെൻ ഗ്രേഡ് 2 എന്താണ്? സ്മോളർ സ്കെയിൽ ദാൻ ഗ്രേഡ് 1. ഗ്രേഡ് 1 സ്മോളർ സ്കെയിലാണ് ഏത് വരുന്നത്? ഗ്രേഡ് 2 വരുന്നത്. കൺസിസ്റ്റ് ഓഫ് ബിൽഡിങ്സ് ഓഫ് റീജിയണൽ ഓർ ലോക്കൽ സിഗ്നിഫിക്കൻസ്. മറ്റേതെന്തായിരുന്നു? നാഷണൽ ഓർ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ആയിരുന്നു ഗ്രേഡ് 1. ഗ്രേഡ് 2 എന്താണ്? റീജിയണൽ ഓർ ലോക്കൽ significance. Regional icons that shape the area's identity. There could be creations of skilled artisans. അതായത് ഏതെങ്കിലും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എന്തായിരിക്കാം, കഴിവായിരിക്കാം, അല്ലെങ്കിൽ അവർ പണിതിട്ടുള്ള സംഭവങ്ങളായിരിക്കാം ഇതിൽ വരുന്നത്, ഗ്രേഡ് 2 വരുന്നത്. മെയിനായിട്ടും റീജിയണൽ ഓർ ലോക്കൽ സിഗ്നിഫിക്കൻസ്. പിന്നെ ഗ്രേഡ് 1 സ്മോളർ സ്കെയിലാണെന്നും ഓർത്ത് വയ്ക്കുക ഗ്രേഡ് 2 കേട്ടോ. ദെൻ ഗ്രേഡ് 3 include significant buildings and townscape. This add to locality's identity, consistency in terms of height, width and scale. അതാണ് ഗ്രേഡ് 3 വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഹൈറ്റ്, വിഡ്ത്ത് ആൻഡ് സ്കെയിൽ, ഈ ടേംസിലെല്ലാം കൺസിസ്റ്റൻസി കൊണ്ടുവരുന്ന ഗ്രേഡ് ഏതാണ്? ഗ്രേഡ് 3 ആണ്. പിന്നെ ലൊക്കാലിറ്റീസ് ഐഡൻറ്റിറ്റി ഷേപ്പ് ചെയ്യാനും അത് ആഡ് ചെയ്യാനും എന്ത് സഹായിക്കുന്നുണ്ട്? ഗ്രേഡ് 3 സഹായിക്കുന്നുണ്ട്. കൺസർവേഷൻ ആൻഡ് പ്രിസർവേഷൻ ടെക്നിക്. സ്ട്രക്ചറൽ കൺസർവേഷനിൽ മെയിനായിട്ടും വരുന്നത് മദ്രാസ് റെഗുലേഷൻ 7 അതേപോലെ തന്നെ ബംഗാൾ റെഗുലേഷനും. രണ്ടിൻ്റെയും ഇയർ നോട്ട് ചെയ്ത് വെക്കുക. മദ്രാസ് റെഗുലേഷൻ 1817, Bengal Regulation 1810 were laws that attempted to provide framework for curbing vandalism. അതായത് വാൻഡലിസം തടയാൻ വേണ്ടിയിട്ട്, വാൻഡലിസം എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ആ വാൻഡലിസം തടയാൻ വേണ്ടിയിട്ടുള്ള ലോസ് ആണ് എന്ത്? മദ്രാസ് റെഗുലേഷൻ 7 അതേപോലെ തന്നെ ബംഗാൾ റെഗുലേഷൻ ഓഫ് 1810.
Taj Mahal, Qutub Minar, etc. were among the sites and monuments that in the 19th century received satisfactory funding and care. 5 circles were established in 1898. അപ്പോൾ 19th സെഞ്ച്വറിയിൽ ആ ഒരു കെയർ കിട്ടിയിട്ടുള്ള കൺസർവേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൊന്യൂമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? താജ്മഹൽ, കുത്തബ് മിനാർ. 5 സർക്കിൾസ് were established in 1898. 1898 എത്ര സർക്കിൾസ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്? 5 സർക്കിൾസ് ആണ്. ആൻഷ്യൻ മൊന്യൂമെൻറ്റ്സ് ആൻഡ് പ്രിസർവേഷൻ ആക്ട് ഓഫ് 1904. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയില്ലേ? ഏതാണ്? ആൻഷ്യൻ മൊന്യൂമെൻറ്റ് ആൻഡ് പ്രിസർവേഷൻ ആക്ട് ഓഫ് ഏതാണ്? ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്, 1904. J. Marshall established principles of conservation. Principles of conservation establish ചെയ്തത് ആരാണ്? J. Marshall. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. J. Marshall എന്ന് ഒരു ഹൈഫൺ ഇട്ടിട്ട് എന്ത് ചെയ്ത് വെക്കുക? Principles of conservation. The beautiful appearance of Sanchi is a result of restoration work done on stupas. Stupas എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ബിൽഡിംഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. Best examples of this kind of work are Angkor Wat in Cambodia and Bamiyan in Afghanistan. അപ്പോൾ എക്സാമ്പിൾ പഠിച്ചു വെക്കുക. സ്ട്രക്ചറൽ പ്രിസർവേഷന് വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾ പഠിച്ചു വെക്കുക. എന്താണ്? ആങ്കോർ വാട്ട് ഇൻ കംബോഡിയ ആൻഡ് ബാമിയാൻ ഇൻ അഫ്ഗാനിസ്ഥാൻ. നെക്സ്റ്റ് കെമിക്കൽ പ്രിസർവേഷൻ. ഫസ്റ്റ് എന്താണ്? സ്ട്രക്ചറൽ പ്രിസർവേഷൻ പഠിച്ചു നമ്മൾ. ദെൻ നെക്സ്റ്റ് വൺ കെമിക്കൽ പ്രിസർവേഷൻ. ടൈപ്സ് ഓഫ് പ്രിസർവേഷൻ എന്നുള്ള ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം അല്ലേ? Chemical preservation. This preservation should be achieved with the least amount of intervention while maintaining the authenticity of their original character. അതായത് വലിയ രീതിയിൽ ഒരു സ്ട്രക്ചറൽ ഓർഗനൈസേഷനിൽ സ്ട്രക്ചറൽ പ്രിസർവേഷനിൽ കൊണ്ടുവന്ന പോലെ കെമിക്കൽ പ്രിസർവേഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്? കുറേ അധികം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മൊന്യൂമെൻറ്റിൻ്റെ ഒതൻറ്റിസിറ്റി നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതൊന്നും നഷ്ടപ്പെട്ടു പോവാതെ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുന്നതാണ് എന്ത്? കെമിക്കൽ പ്രിസർവേഷൻ. The conservation needs to be covers the knowledge of physical nature of the object like materials, production technique, etc. അതായത് ഏത് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അത് പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്, ഏത് സ്റ്റൈൽ ഓഫ് പ്രൊഡക്ഷൻ ആണ് എന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? കെമിക്കൽ പ്രിസർവേഷൻ നടത്താനായിട്ട് വേണ്ടിയിട്ട്. റോൾ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. നേരത്തെ നമ്മൾ ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞതാണ്. ഇതാണ് ASI, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1861. നോട്ട് ചെയ്ത് വെച്ചോ, 1861. ASI എന്ന് ഹൈഫൺ ഇട്ടിട്ട് 1861. മെയിൻറ്റെയിനിങ് 3679 monuments and archaeological sites under Ancient Monument Preservation Act ഓഫ് 1904. ഇയർ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് എന്ത് ചെയ്യുക? ASI എന്നുള്ള ഹൈഫൺ ഇട്ടിട്ട് 1861 എഴുതിയില്ലേ? ഇനി എത്ര മൊന്യൂമെൻറ്റ്സ് ഉണ്ടെന്ന് എഴുതാം. 3679 മൊന്യൂമെൻറ്റ്സ് ആൻഡ് സൈറ്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഏത് ആക്ട് ആണ്? ആൻഷ്യൻ മൊന്യൂമെൻറ്റ്സ് പ്രിസർവേഷൻ ആക്ട്. ഏത് ഇയർ ആണ്? 1904. ആൻഡ് ദി ആൻഷ്യൻ മൊന്യൂമെൻറ്റ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമെയിൻസ് ആക്ട് ഓഫ് 1958. രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. കൺസിഡേർഡ് ആസ് പ്രിൻസിപ്പൽ ഏജൻസി ഫോർ ആർക്കിയോളജിക്കൽ സ്റ്റഡി. ആർക്കിയോളജിക്കൽ സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള പ്രിൻസിപ്പൽ ഏജൻസി ആയിട്ട് കണക്കാക്കുന്നത് ഏതാണ്? ASI ആണ്. ASI ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻഫോഴ്സിംഗ് ദി ആൻറ്റിക്വിറ്റീസ് ആൻഡ് ദി ആർട്ട് ട്രഷർ ആക്ട് ഓഫ് 1972. അടുത്തത് വന്നില്ലേ ഇയർ? എല്ലാതും നോട്ട് ചെയ്ത് വെച്ച് പോകട്ടോ. ഇയറിന് മാത്രമായിട്ടൊരു പേജ് തുറന്നിട്ട് അതിൽ എഴുതി പോവാട്ടോ. ആർട്ട് Treasure Act of 1972, which helps regulate and safeguard valuable cultural artifacts. Valuable cultural artifacts അതായത് അത്രയും പ്രാധാന്യം ചെലുത്തുന്ന ആർട്ടിഫാക്ട്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മനുഷ്യനിർമ്മിതമായിട്ടുള്ള ബിൽഡിങ്സ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. അതെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ആക്ട് ആണ് ഏത്? ആർട്ട് ട്രഷർ ആക്ട്. ഏതാണ് ഇയർ? 1972. ഇനി ഇന്ത്യ ഇസ് ഡിവൈഡഡ് ഇൻ ടു 24 റീജിയൻസ് കോൾഡ് സർക്കിൾസ്. 24 ഭാഗങ്ങളായിട്ട് അവരെ എന്താണ് പറയുക? അവിടെ എന്താണ് പറയുക? സർക്കിൾസ് എന്ന്. അതായത് 24 സർക്കിൾസ് ആയിട്ടാണ് ഇന്ത്യ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മാനേജ് ആൻഡ് പ്രൊട്ടക്ട് ഹിസ്റ്റോറിക്കൽ മൊന്യൂമെൻറ്റ്സ് സൈറ്റ്സ്. ASI ഹാസ് എ ലാർജ് ടീം ഓഫ് എക്സ്പേർട്സ്. എപ്പിഗ്രാഫിസ്റ്റ് എന്ന് വെച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹു സ്റ്റഡി ആൻഷ്യൻറ്റ് ഇൻസ്ക്രിപ്ഷൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. എന്താണ് ഇൻസ്ക്രിപ്ഷൻസ്? ഓരോ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ചരിത്രപരമായിട്ടോ അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ടോ മതപരമായിട്ടോ ഉള്ള കാര്യങ്ങൾ, അവരുടെ റിലീജിയൻസിൽ വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? അവരൊരു കട്ടിയുള്ള ഒരു ഹാർഡ് സബ്സ്റ്റൻസസിൽ ഒരു കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയലിൽ പണിത് വെക്കുക. ഒരു പെയിൻറ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ടോ എടുത്തു വെക്കുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇൻസ്ക്രിപ്ഷൻസിനെ പറ്റി പഠിക്കുന്ന സ്റ്റഡിയാണ് എന്ത്? എപ്പിഗ്രാഫിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എപ്പിഗ്രാഫിസ്റ്റും അതേപോലെ തന്നെ കുറേ അധികം ഡിഫറെൻറ്റ് ലെവലിൽ, അതായത് പല രീതിയിൽ ജ്ഞാനമുള്ള എക്സ്പേർട്സിനെയും ഏത് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്?
ASIന് ഒരു ടീം തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇറ്റ് ഹാസ് സെവറൽ ബ്രാഞ്ചസ് ലൈക്ക്. അപ്പോൾ ഇതെങ്ങനെ ക്വസ്റ്റ്യൻ വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ASIൻ്റെ ഫീച്ചേഴ്സ് എഴുതാൻ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റീസ് ഓഫ് ASIൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു 5 മാർക്സ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 2 മാർക്സ് ക്വസ്റ്റ്യനോ ഇതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും പോയിന്റ്സ് ആയിട്ട് ചോദിക്കാം കേട്ടോ. സോ നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ് ഹാസ് സെവറൽ ബ്രാഞ്ചസ്. ഏതൊക്കെ ബ്രാഞ്ചസ് ആണുള്ളത്? എക്സ്കവേഷൻ ബ്രാഞ്ചസ്, പ്രീ ഹിസ്റ്ററി ബ്രാഞ്ചസ്, എപ്പിഗ്രഫി ബ്രാഞ്ചസ്, ഹോർട്ടിക്കൾച്ചർ, ബിൽഡിംഗ് സർവേ പ്രോജക്റ്റ്, ടെമ്പിൾ സർവേ പ്രോജക്റ്റ്, അണ്ടർ വാട്ടർ ആർക്കിയോളജി വിങ്. അപ്പോൾ അണ്ടർ വാട്ടർ ആർക്കിയോളജി വിങ് ഒക്കെ ഏതിൻ്റെ കീഴിലാണ് വരുന്നത്? അത് ബ്രാഞ്ചാണ്. ഏതിൻ്റെ കീഴിൽ വരുന്ന ബ്രാഞ്ചാണ്? ASIൻ്റെ കീഴിൽ വരുന്ന ബ്രാഞ്ചാണെന്ന് എഴുതാനായിട്ട് പറ്റണം. ദെൻ ആർക്കിയോളജിക്കൽ സർവേ കവേഴ്സ് പ്രീ ഹിസ്റ്റോറിക് റോക്ക് ഷെൽട്ടർ, മെഗാലിസ്റ്റിക് ബറിയൽസ്, സ്റ്റൂപ്പാസ്, ടെമ്പിൾസ്, ചർച്ചസ്, മോസ്ക്, ഫോർട്ട്സ്, ബ്രിഡ്ജസ്, പില്ലേഴ്സ് എക്സെട്ര. മെഗാലിസ്റ്റിക് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ASI ഇൻക്ലൂഡ്സ് പ്രൊട്ടക്ടിങ് മൊന്യൂമെന്റ്സ് ആൻഡ് സൈറ്റ്സ് ഫ്രം ഡിഫറെൻറ്റ്. അതായത് ASI എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും മൊന്യൂമെന്റ്സും അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സൈറ്റ്സും പ്രൊട്ടക്റ്റ് ചെയ്യുക, കൺസർവേഷൻ ചെയ്യുക എന്നുള്ള ഒരു എയിമോട് കൂടിയിട്ട് കുറേ ആക്ട് ഇറക്കിയിട്ടുണ്ട്. ആ ആക്ടിൻ്റെ പേരെന്തൊക്കെയാണെന്ന് എഴുതുക, ഏതാണ് ഇയർ എന്ന് എഴുതുക. പിന്നെ അവർക്ക് കുറേ ബ്രാഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞു, അവർക്ക് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരു ടീം ഉണ്ടെന്ന് പറഞ്ഞു. അതെല്ലാം എന്ത് ചെയ്യുക, ഈ ഒരു ASI എന്നുള്ള പോയിന്റിൻ്റെ താഴെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. വിച്ച് ഇൻക്ലൂഡ് സ്ട്രക്ചറൽ റിപ്പയേഴ്സ്, കെമിക്കൽ പ്രിസർവേഷൻ ആൻഡ് എൻവിയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ്, പ്രിസർവ്ഡ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻസ്. അപ്പോൾ ഓരോ പോയിന്റും നോട്ട് ചെയ്ത് വെക്കുക. ഫ്യൂച്ചർ ജനറേഷൻസ്, ബ്രാഞ്ചസ്, പിന്നെന്താണ് അവർക്കൊരു ടീമുണ്ട്, ഏത് ഇയറാണ്, കുറേ ആക്ട് ഇറക്കിയിട്ടുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ്, മൊന്യൂമെൻറ്റ്സ് ആൻഡ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. ഇറ്റ് ഓൾസോ മേക്സ് എ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻസ് ടു ഇന്ത്യസ് ടൂറിസം ഇൻഡസ്ട്രി, അട്രാക്ടിങ് വിസിറ്റേഴ്സ് ആൻഡ് ജനറേറ്റിംഗ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വരുമാനം ഉണ്ടാക്കാനും എന്ത് സഹായിച്ചിട്ടുണ്ട്? ASI സഹായിച്ചിട്ടുണ്ട്. ASI ഓൾസോ കണ്ടക്ട്സ് റിസർച്ച് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. ഏത് ഭാഗത്ത്, ഏത് ഫീൽഡിലാണ് ഒരു റിസർച്ച് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ? ഈ ഒരു ഫീൽഡിൽ തന്നെ. അതായത് എങ്ങനെയാണ് കൺസർവ് ചെയ്യുക, അല്ലെങ്കിൽ മൊന്യൂമെൻറ്റ്സ്, ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് എങ്ങനെയാണ് കൺസർവ് ചെയ്യുക എന്നുള്ളതിനെ പറ്റി റിസർച്ചും അതേപോലെ തന്നെ ഡോക്യുമെൻറ്റേഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഓൾസോ ഇൻഫോംസ് ദി ജനറൽ പബ്ലിക് അബൌട്ട് ദീസ് സൈറ്റ്സ്. അതായത് ഇങ്ങനെയുള്ള സൈറ്റ്സിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനും എന്ത് സഹായിച്ചിട്ടുണ്ട്? ASI സഹായിച്ചിട്ടുണ്ട്. The central ASI protected 151 structures and complexes in Delhi at the time of independence. ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത്, സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് എത്ര സ്ട്രക്ചേഴ്സ് ആണ് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്? 151 സ്ട്രക്ചേഴ്സ് ആണ് ASI പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഡൽഹി ഇൻ 1978. ഒരു ഇയറും കൂടി വന്നു. 1978 എന്താണ് സംഭവിച്ചത്? സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജി എസ്റ്റാബ്ലിഷ്ഡ്. ഹൈഫനേറ്റ് എഴുതി വെക്കാം കേട്ടോ. ഇന്ത്യൻ നാഷണൽ ട്രസ്റ്റ് ഫോർ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്, ഇൻടാക്. അത് അനദർ ഫുൾ ഫോം വന്നു. ഏതാണ്? ഇൻടാക്. ഇൻടാക്കിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ നാഷണൽ ട്രസ്റ്റ് ഫോർ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഏത് ഇയർ ആണ്? അടുത്ത ഇയർ വന്നു, 1984. ഇത് എന്തെങ്കിലും കോഡ് വെച്ചിട്ടെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇയർ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ടു റേസ് പബ്ലിക് അവെയർനെസ് ഓഫ് ദി നീഡ് ടു കൺസർവ് കൾച്ചറൽ അസറ്റ്സ്. അതായത് ഇങ്ങനെയുള്ള കൾച്ചറൽ അസറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, ഏതൊക്കെ ആൾക്കാരെ, അതായത് സാധാരണ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റാണ് എന്ത് പറയുന്നത്? ഇൻടാക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ നാഷണൽ ട്രസ്റ്റ് ഫോർ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. ഇനി യുനെസ്കോസ് റോൾ ഇൻ ഹെറിറ്റേജ് പ്രിസർവേഷൻ. ഹെറിറ്റേജ് എന്താണ്? പൈതൃകം. അങ്ങനെ പൈതൃകം പ്രിസർവ് ചെയ്യുന്നതിൽ, സൂക്ഷിച്ചു വെക്കുന്നതിൽ, അല്ലെങ്കിൽ തലമുറകളായി കൈമാറി പോകുന്നതാണ് പൈതൃകം എന്ന് പറയുന്നത്. അത് പ്രിസർവ് ചെയ്യുന്നതിൽ യുനെസ്കോയുടെ റോൾ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ യുനെസ്കോയുടെ ഫുൾ ഫോം എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. പറഞ്ഞു പഠിക്കുക. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. plays a major role in safeguarding important cultural and natural sites around the world, such as historical monuments, natural sites, etc. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്ത് ചോദിച്ചാലും, ASIനെ പറ്റി ചോദിച്ചാലും യുനെസ്കോനെ പറ്റി ചോദിച്ചാലും എല്ലാം എഴുതേണ്ട ഒരു കോമൺ പോയിന്റ് ആണ് എന്ത്? ഹിസ്റ്റോറിക്കൽ സൈറ്റ്സും അതേപോലെ തന്നെ മൊന്യൂമെൻറ്റ്സും കൺസേർവ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ എയിം ആയിട്ട് വരുന്നത് എല്ലായിടത്തും. ഓക്കെ. In 1972, UNESCO adopted World Heritage Convention to ensure that these important sites are maintained for future generations. ഭാവിയിലുള്ള ആൾക്കാർക്കും ഇത് റെഫർ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ സൂക്ഷിച്ച് വെക്കുന്നുണ്ട് എന്നുള്ള മെയിൻ്റനൻസ് ഇമ്പോർട്ടൻറ്റ് എൻഷുവർ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്? അതിന് വേണ്ടിയിട്ട് നടപ്പിലാക്കിയതാണ് വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ. ഇയർ ഏതാണെന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, 1972. വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ which has been backed by 195 countries preserving
ഡിസ്ക്രൈബിംഗ് വേൾഡ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നേച്ചുറൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. ലോകത്തിലെ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്രയ്ക്കും പ്രാധാന്യമേറിയിട്ടുള്ള നേച്ചുറൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് നിലനിർത്താൻ വേണ്ടിയിട്ട് അത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് 195 കൺട്രീസിലാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്, വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് മേജർ എയിം എന്താണ്? ഫ്യൂച്ചർ ജനറേഷൻസിന് വേണ്ടിയിട്ട് ഇതെല്ലാം പ്രിസർവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് മേജർ എയിം. ഇയർ ഏതാണ്? 1972. Then the convention recognizes that heritage is not just limited to man-made structures but also includes forests, mountains, etc. അപ്പോൾ ഈ ഒരു കൺവെൻഷനിൽ മെയിനായിട്ടുമുള്ള എയിം എന്താണ്? മൊന്യൂമെൻറ്റ്സും അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ സൈറ്റ്സും, ഇങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് മാൻമെയ്ഡ് ആയിട്ടുള്ള ബിൽഡിങ്സ് മാത്രമല്ല, ഫോറസ്റ്റ് അതേപോലെ തന്നെ മൗണ്ടെയിൻസ് അങ്ങനെയുള്ള നേച്ചുറൽ റിസോഴ്സസും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അതും പ്രിസർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഹൈലൈറ്റ് വരുന്നത്, കൺവെൻഷനിൽ ഹൈലൈറ്റ് വരുന്നത്. ദെൻ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി made up of representatives from 21 countries called state parties. അങ്ങനെയുള്ള റെപ്രസെൻറ്റേറ്റീവ്സിനെ 21 രാജ്യത്തിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഓരോ റെപ്രസെൻറ്റേറ്റീവ്സിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആരാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? യുനെസ്കോസ് ജനറൽ അസംബ്ലിയിലാണ് അവരിനെ ഇലക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 21 രാജ്യങ്ങളിൽ നിന്നും എന്ത് വന്നിട്ടുണ്ട്, ഓരോ റെപ്രസെൻറ്റേറ്റീവ്സ് വന്നിട്ടുണ്ട്. ആ റെപ്രസെൻറ്റേറ്റീവ്സിനെയാണ് എന്തെന്ന് പറയണത്, സ്റ്റേറ്റ് പാർട്ടീസ് എന്ന് പറയുന്നത്. ഇറ്റ് മേക്സ് ഡിസിഷൻസ് റിഗാർഡിംഗ് ദി അഡീഷൻസ് ടു ആൻഡ് ദി റിമൂവൽസ് ഫ്രം ദി ലിസ്റ്റ് ഓഫ് ദി വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. അതായത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ എന്തിനെയൊക്കെ ഉൾപ്പെടുത്തണം, എന്തിനെയൊക്കെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് എന്നെല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്. ആ ഒരു ഡിസിഷൻസ് എല്ലാം മേക്ക് ചെയ്യുന്നത് ഏതിൽ വരുന്നതാണ്? വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി, ഈ സ്റ്റേറ്റ് പാർട്ടീസിൽ കീഴിൽ വരുന്നതാണ്. ഇനി വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഏതെല്ലാമാണ്? 29 വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണുള്ളത്. അതിൽ 23 എണ്ണം എന്താണ്? കൾച്ചറൽ സൈറ്റ്സ് ആണ്. മൊത്തം 29 ഹെറിറ്റേജ് സൈറ്റ് ആണ്. അതിൽ 23 എണ്ണം കൾച്ചറൽ സൈറ്റ്സ് ആയിട്ടാണ് വരുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയാണ് കൾച്ചറൽ സൈറ്റ്സിന്? താജ്മഹൽ, ആഗ്ര ഫോർട്ട്, ഹംപി, കുത്തബ് മിനാർ, ബോധ് ഗയ, അങ്ങനെ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു 5 or 6 പഠിച്ചു വെക്കാനായിട്ട് നോക്കാം കേട്ടോ. യുനെസ്കോ ലിസ്റ്റഡ് 6 മാഗ്നിഫിഷ്യൻറ്റ് ഫോർട്ട്സ് ഓഫ് രാജസ്ഥാൻ. അതായത് രാജസ്ഥാനിലെ 6 കോട്ടകളാണ്, 6 ഫോർട്ട്സ് ആണ് യുനെസ്കോ എന്ത് ചെയ്തത്, 6 ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ബ്ലോക്ക് 1. നെക്സ്റ്റ് ബ്ലോക്ക് 2. Unit 1 significance of travelogues in the reconstruction of history. Travelogues എന്താണ്? യാത്രാ വിവരണം, യാത്രാ വിവരണങ്ങൾക്കുള്ള പ്രാധാന്യം, ചരിത്രത്തിലെ യാത്രാ വിവരണങ്ങൾക്കുള്ള പ്രാധാന്യമാണ് ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു ചാപ്റ്റർ ആണ്, പക്ഷേ യൂണിറ്റ് 2 അതായത് ബ്ലോക്ക് 2 യൂണിറ്റ് 2 വലുതാണ്. സോ ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ എവിടെയും ശ്രദ്ധ പോവാതെ കറക്റ്റായിട്ട് എല്ലാം മനസ്സിലാക്കി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പോയിന്റ്സും ഈ വീഡിയോയിൽ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, എ ട്രാവലോഗ് ഇസ് ആൻ അക്കൗണ്ട് ഓഫ് എൻ ഇൻഡിവിജ്വൽസ് എക്സ്പീരിയൻസ് ഓഫ് ട്രാവലിംഗ്. അതായത് ഓരോരുത്തരും ട്രാവൽ ചെയ്ത എക്സ്പീരിയൻസ് അവരവർ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത് ട്രാവലോഗ്, യാത്രാ വിവരണം എന്ന് പറയുന്നത്. വേർഡ് കംസ് ഫ്രം 2 words, 2 വാക്കുകളിൽ നിന്നാണ് ഈ ഒരു വാക്ക് വന്നിട്ടുള്ളത്. എന്താണ്? ട്രാവൽ ആൻഡ് മോണോലോഗ്. ചിലപ്പോൾ 1 മാർക്കിന് ക്വസ്റ്റ്യൻ വരാം. ഏതൊക്കെ വേർഡ്സിൽ നിന്നാണ്? ട്രാവൽ ആൻഡ് മോണോലോഗ് എന്നുള്ള വാക്കിൽ നിന്നാണ് ട്രാവലോഗ് എന്നുള്ളൊരു വാക്ക് ഫോം ചെയ്തിട്ടുള്ളത്. സ്പോക്കൺ ഓർ റിട്ടൺ അക്കൗണ്ട് വിച്ച് ഹാസ് ഒക്കേർഡ് ഇൻ പാസ്റ്റ്. അതായത് മുന്നേ നടന്നിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ടുള്ള വിവരണങ്ങൾ സ്പോക്കൺ ആയിട്ടോ അല്ലെങ്കിൽ റിട്ടൺ ആയിട്ടോ അവതരിപ്പിക്കുന്ന രീതിയാണ് ട്രാവലോഗ് എന്ന് പറയുന്നത്. ഡിസ്ക്രൈബിംഗ് വാട്ട് ദേ സീ, ഹിയർ, ടേസ്റ്റ് ആൻഡ് ഫീൽ. എക്സാമ്പിൾ ട്രാവൽ അക്കൗണ്ട്സ് ഓഫ് ഇബിൻ ബട്ടൂട്ട, അൽ ബറൂനി, ഹ്യൂൻ സാങ്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ പേരുകൾ. ഇവരെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അടുത്തത് പഠിക്കാനുണ്ട്. ഓക്കെ, അടുത്ത ചാപ്റ്ററിൽ ഇവരെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്ത വർക്ക്സ് ഏതൊക്കെയാണ്, ഇവർ എവിടെയൊക്കെയാണ് സഞ്ചരിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് ഇവർ എഴുതി വെച്ചിട്ടുള്ള പെക്യുലാരിറ്റീസ്, ഇതെല്ലാം പഠിക്കാനുണ്ട്. സോ ആ പേരെല്ലാം ഇപ്പോൾ തന്നെ നോട്ട് ചെയ്ത് പോകാം കേട്ടോ. അതായത് എന്തൊക്കെയാണ് അവർ കണ്ടിട്ടുള്ളത്, എന്തൊക്കെയാണ് ടേസ്റ്റ് ചെയ്തിട്ടുള്ളത്, അവർ അറിഞ്ഞിട്ടുള്ളത്, അവരുടെ എക്സ്പീരിയൻസസ്, അതൊക്കെയാണ് ട്രാവലോഗ്സിലൂടെ ഷെയർ ചെയ്യുന്നത്. റീസെൻറ്റ് ടൈം ട്രാവലോഗ്സ് ബ്ലോഗ്സ് ആർ ഓൾസോ അവൈലബിൾ അല്ലേ. ഇപ്പോൾ നമുക്ക് ട്രാവലോഗ് ബ്ലോഗ്സ് ആയിട്ടും അവൈലബിൾ ആണ് ഡിജിറ്റലി. ട്രാവലോഗ്സ് ആർ പബ്ലിഷ്ഡ് ഇൻ ബുക്ക് ഫോംസ്. എക്സാമ്പിൾ അതായത് ബുക്ക് ഫോംസിൽ ട്രാവലോഗ്സ്, യാത്രാ വിവരണങ്ങൾ എഴുതിയിട്ടുള്ള കവികൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഓതേഴ്സ് ആരൊക്കെയാണ്, അവരുടെ വർക്ക്സ് എന്തൊക്കെയാണെന്നാണ് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ്? മാർക്ക് ട്വെയിൻ എന്ന് പറയുന്ന ഓതർ എന്താണ്? ദി ഇന്നസെൻറ്റ് എബ്രോഡ്. ദി ഇന്നസെൻറ്റ് എബ്രോഡ് എന്നുള്ളത് മാർക്ക് ട്വെയിൻ്റെ വർക്കാണ്. വി എസ് നെയ്പോൾ, എൻ ഏരിയ ഓഫ് ഡാർക്ക്നെസ്. ദിൻ മുഹമ്മദ്, ട്രാവൽസ് ഓഫ് ദിൻ മുഹമ്മദ്. ഇങ്ങനെ ഓരോരുത്തരുടെയും വർക്ക് കൊടുത്തിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. എന്തായാലും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. വി കനോട്ട് കൺസിഡർ ട്രാവലോഗ്സ് ആസ് ദി മോസ്റ്റ് ഒതൻറ്റിക് ഫോം ബിക്കോസ് ട്രാവലേഴ്സ് മേ എക്സാഗറേറ്റ് അബൌട്ട് ദെയർ എക്സ്പീരിയൻസസ്. അതായത് അത്രയും പവിത്രമായത് എന്നൊന്നും നമുക്ക് ട്രാവലോഗ്സിനെ പറ്റി പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ യാത്രാ വിവരണം ഉള്ളവരും ഉണ്ടാവാം, അതേപോലെ സത്യമായി എഴുതുന്നവരും ഉണ്ടാവാം. എങ്കിൽ പോലും കുറേ ആളുകൾ എന്താണ് എക്സാഗറേറ്റ് ചെയ്തിട്ട് സിംപ്ലി തള്ളി മറിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരിലൊക്കെ അത് പൂർണ്ണമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല.
ട്രാവലോഗ്സ് ഓഫ് കേരള, കേരളത്തിലെ യാത്രാ വിവരണങ്ങൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫസ്റ്റ് മലയാളം ട്രാവലോഗ്, വർത്തമാന പുസ്തകമാണ്. ആരാണ് രചിച്ചിട്ടുള്ളത്? പേരമാക്കാൽ തോമ കത്തനാർ. ദെൻ ഫസ്റ്റ് പ്രിന്റഡ് ട്രാവലോഗ് ബുക്ക്, അതായത് ഫസ്റ്റ് മലയാളം ട്രാവലോഗ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വർത്തമാന പുസ്തകമാണ്. ഫസ്റ്റ് പ്രിന്റഡ് ട്രാവലോഗ് ബുക്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഊസ്ലേം യാത്രാ വിവരണമാണ് ബൈ ജി വർഗീസ് ഇൻ 1895. ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്, 1895. മലയാളം ട്രാൻസ്ലേഷൻ ഓഫ് യോഹന്നാൻസ് പോർച്ചുഗീസ് നോവൽ, മലയാളം ട്രാൻസ്ലേഷൻ എന്നാണ്, ഏതാണ് ഇയർ ഏതാണ്? 1880. ദെൻ കടയാട്ട് ഗോവിന്ദ മേനോൻ്റെ കൃതി ഏതാണ്? അവർ രചിച്ചിട്ടുള്ളത് ഏതാണ്? കാശിയാത്ര റിപ്പോർട്ട് ഇൻ 1872. ജി പി പിള്ളേൻ്റെ വർക്ക് ഏതാണ്? ലണ്ടൻ ആൻഡ് പാരീസ്. ഫേമസ് ട്രാവൽ റൈറ്റേഴ്സ്, അതായത് മലയാളത്തിലെ ഏറ്റവും ഫേമസ് ട്രാവൽ റൈറ്റേഴ്സിൻ്റെ പേര് ചോദിക്കും. എന്താണ്? എസ് കെ പൊറ്റക്കാട്, എം ടി വാസുദേവൻ നായർ. നമുക്കറിയുന്ന കാര്യങ്ങളാണ്, അവരെയൊക്കെ നമുക്കറിയുന്നവരാണ്. ദെൻ ട്രാവലോഗ്സ് ആൻഡ് പീരിയോഡൈസേഷൻ ഓഫ് ഹിസ്റ്ററി. ട്രാവൽ അക്കൗണ്ട്സ്, ഇൻഡിക്ക ആരുടെ വർക്കാണ്? മെഗാസ്തീൻസ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ചിലപ്പോൾ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണെന്നല്ല, എന്നാലും ചോദിക്കാനുള്ള ചാൻസ് അത്രയ്ക്കും കൂടുതലാണ് കേട്ടോ, അതാണ് പറയുന്നത്. ഇൻഡിക്ക എന്ന് പറയുന്നത് ആരുടെ വർക്കാണ്? മെഗാസ്തീൻസിൻ്റെ വർക്കാണ്. റെക്കോർഡ്സ് ഓഫ് ബുദ്ധിസ്റ്റ് കിങ്ഡംസ്, ഫാഹീൻ. റെക്കോർഡ്സ് ഓഫ് ബുദ്ധിസ്റ്റ് കിങ്ഡംസ് ആരുടെ വർക്കാണ്? ഫാഹീൻ. സി യു കി എന്നുള്ളത് ആരുടെ വർക്കാണ്? ഹ്യൂൻസാങ്, അതായത് ചൈനയാണ് അവരുടെ ഫാഹീൻ. അതേപോലെ തന്നെ ഹ്യൂൻസാങ് ചൈനക്കാരാണ്. സോ അവരുടെ വർക്കും അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അല്ലേ. തഹ്ഖീഖ് ഐ-ഹിന്ദ് ആരുടെ വർക്കാണ്? അൽ-ബറൂനി. തഹ്ഖീഖ് ഐ-ഹിന്ദ് അൽ-ബറൂനി ആൻഡ് റഹല ഇബ്നു ബത്തൂട്ട. അത് രണ്ടും അങ്ങനെ പഠിച്ചു വയ്ക്കും, ഒപ്പം പഠിച്ചു വയ്ക്കുക. തഹ്ഖീഖ് ഐ-ഹിന്ദ് അൽ-ബറൂനി, റഹല ഇബ്നു ബത്തൂട്ട. ദി ട്രാവലോഗ്സ് പ്രൊവൈഡ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ അബൌട്ട് ദി റീജിയൻ, അതായത് ഒരു സ്ഥലത്തെ പറ്റിയിട്ട് നമ്മൾക്ക് നേരിട്ട് കണ്ട അനുഭവം തരുന്ന രീതിയിലുള്ള വർക്കാണ് എന്തെന്ന് പറയുന്നത്? യാത്രാ വിവരണം. ട്രാവലോഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോറിൻ ട്രാവലേഴ്സ് ട്രാവലോഗ്സ് പ്രൊവൈഡ് എ യുണീക് പെർസ്പെക്റ്റീവ് ഓൺ ദി ഹിസ്റ്ററി. Understanding food habits, clothing, indigenous culture, etc. Often comprehensive view of historical events serve as valuable source of information about the historical landscape. Travelogue are time specific accounts, അതായത് ഒന്നുമില്ല, ടൈം സ്പെസിഫിക് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അവർ പോയ സമയത്ത്, അവർ യാത്ര ചെയ്ത സമയത്തല്ലേ അവർക്ക് എഴുതാൻ പറ്റുള്ളൂ. ഭാവിയിലുള്ള കാര്യങ്ങൾ അവർക്ക് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഭാവിയിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ഒരു ടൈം സ്പെസിഫിക് ആയിട്ടുള്ള അക്കൗണ്ട്സ് ആണ്. ഭാവിയിൽ ചേഞ്ചസ് വന്നിട്ടാണ് നമ്മളത് വായിക്കുന്നത് എന്നുണ്ടെങ്കിലും നമ്മൾ അതിനെപ്പറ്റി അപ്ഡേറ്റഡ് ആവാതെ ആവും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം എന്തിനുണ്ട്? ട്രാവലോഗ്സിനുണ്ട്. അതേപോലെ തന്നെ മൊത്തത്തിലൊരു ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് മൊത്തത്തിലായിട്ട് മനസ്സിലാക്കാൻ കോംപ്രഹെൻസീവ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ട്രാവലോഗ്സ് സഹായിക്കുന്നുണ്ട്. ഇൻഡിജീനസ് കൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ആൾക്കാർക്കും, ഓരോ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾസിനും എന്തായിരിക്കും? അവരവരുടേതായിട്ടുള്ള രീതിയിലുള്ള സംസ്കാരങ്ങളായിരിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്? അവരുടെ ഫുഡ് എങ്ങനെയാണ്? ക്ലോത്തിങ് എങ്ങനെയാണ്? ഇതെല്ലാം മനസ്സിലാക്കാൻ, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, ഇതെല്ലാം മനസ്സിലാക്കാൻ എന്തിലൂടെ സഹായിക്കുന്നുണ്ട്? ട്രാവലോഗ്സിലൂടെ, യാത്രാ വിവരണത്തിലൂടെ സഹായിക്കുന്നുണ്ട്. വൈൽ ഡിസ്ക്രൈബിംഗ് ദി ഇറിഗേഷൻ പ്രോജക്ട്സ് ഓഫ് ദി വിജയനഗര, ഡൊമിംഗോ പേസ് ആൻഡ് ന്യൂനിസ്. ഇത് എക്സാമ്പിൾ ആണ് കേട്ടോ, അതായത് ട്രാവലോഗ് കൊണ്ട് ഉണ്ടാവുന്ന ഗുണങ്ങളുടെ, ബെനിഫിറ്റ്സിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറിഗേഷൻ പ്രോജക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലസേചന പദ്ധതികൾ. ആരുടെ ടൈമിൽ? വിജയനഗര എംപയറിൻ്റെ ടൈമിലുള്ള ജലസേചന പദ്ധതികളെ പറ്റി കുറേ ആളുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഡൊമിംഗോ പേസ് ആൻഡ് ന്യൂനിസ് ഡിസ്ക്രൈബ്ഡ് ദി പ്ലൈറ്റ് ഓഫ് വർക്കേഴ്സ് ഇൻ ദി ടാങ്ക്. 60 humans were offered as sacrifices to ensure the safety of the dam, therefore helped to extract the untold misery of the common man during that period. അതായത് സാധാരണ ആളുകളുടെ അന്നത്തെ കാലത്തെ ദുരിതം, അതായത് ഇങ്ങനെയുള്ള ഇറിഗേഷൻ പ്രോജക്ട്സ് ഒക്കെ വിജയനഗര എംപയർ ചെയ്തു, അങ്ങനെയുള്ള ആർട്ടിക്കിൾസിനേക്കാൾ ഉപരി ഇവരുടെ സാധാരണ ആൾക്കാരുടെ ആ ഒരു ദുരിതം നിറഞ്ഞ അവസ്ഥ, ഈ ഒരു ഡാം കൊണ്ട് അവരുടെ എത്ര പേരാണ് അവർക്ക് ദുരിതം വന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യാൻ ആര് പറഞ്ഞിട്ടുണ്ട്? ആരാണ് അത് മെൻഷൻ ചെയ്തിട്ടുള്ളത്? ഡൊമിംഗോ പേസ് ആൻഡ് ന്യൂനിസ്. എത്ര ഹ്യൂമൻസ് ആണ് അത് സഫർ ചെയ്തിട്ടുള്ളത്? 60 ഹ്യൂമൻസ് ആണ്. ആരാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്? അഗെയിൻ പറയുകയാണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അത് പിന്നെയും പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഡൊമിംഗോ പേസ് ആൻഡ് ന്യൂനിസ്. ഇനി ട്രാവലോഗ്സ് ആൻഡ് ഫിക്സിംഗ് ദി ബൗണ്ടറീസ് ഓഫ് എംപയേഴ്സ്. Travelogues has played a significant role in understanding the past by describing cultures, people, economy and social apparatus. അതായത് സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും എന്താണ്, എങ്ങനെയായിരുന്നു അവിടെയുള്ള ആൾക്കാർ ജീവിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള ഒരു അക്കൗണ്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ട്രാവലോഗ്സ് സഹായിക്കുന്നുണ്ട്. ഡോക്യുമെൻറ്റ്സ് therefore helped historians understand the political condition of the place. ആ ഒരു സ്ഥലത്തെ പൊളിറ്റിക്കൽ കണ്ടീഷൻ എങ്ങനെയാണ്,
മനസ്സിലാക്കാനും രാഷ്ട്രീയ മുന്നേറ്റം അല്ലെങ്കിൽ രാഷ്ട്രീയ രീതിയിലുള്ള സ്റ്റാറ്റസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും എന്ത് സഹായിച്ചിട്ടുണ്ട്? ട്രാവലോഗ്സ് സഹായിച്ചിട്ടുണ്ട്. ദിസ് ഇൻഫോർമേഷൻ ഹെൽപ് ദം ടു മാപ്പ് ദി എംപയർ. ഫോറിൻ ട്രാവലേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് ദെയർ അക്കൗണ്ട്സ്. ഒരുപാട് റൈറ്റേഴ്സിനെ പറ്റിയിട്ട്, ചൈനയിലുള്ള റൈറ്റേഴ്സ്, ഒരുപാട് റൈറ്റേഴ്സിനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ പാഠത്തിൽ പഠിക്കാനുണ്ട്. സോ ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് വൺ, മെഗാസ്തീൻസ്. ഹി വിസിറ്റഡ് പട്ടാലിപുത്ര ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ, ദി ഫൗണ്ടർ ഓഫ് ദി മൗര്യ എംപയർ. മൗര്യ എംപയറിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യ ഭരിക്കുന്ന സമയത്താണ് ആര് വരുന്നത്? മെഗാസ്തീൻസ് വരുന്നത്. എവിടെയാണ് ആദ്യം സന്ദർശിച്ചത്? പട്ടാലിപുത്ര. പട്ടാലിപുത്ര എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഓഫ് മൗര്യാസ്. മൗര്യാസിന്റെ ക്യാപിറ്റൽ ആയിരുന്നു എന്ത്? പട്ടാലിപുത്ര. He came to India as an ambassador of the Greek ruler Seleucus I Nicator of the Seleucid dynasty. Seleucid dynastyയിലെ സെലൂക്കിഡ് ഒന്നാമന്റെ അംബാസഡർ ആയിട്ടാണ് ഇന്ത്യയിലേക്ക് ആര് കടന്നു വരുന്നത്? മെഗാസ്തീൻസ് കടന്നു വരുന്നത്. ഇൻഡിക്ക ഓഫ് മെഗാസ്തീൻസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓൺ ദി ജോഗ്രഫി, ഇക്കോണമി, സൊസൈറ്റി ഓഫ് ദി എംപയർ. അതായത് ഇൻഡിക്ക എന്ന് പറയുന്നത് ആരുടെ വർക്കാന്ന് പറഞ്ഞു? നമ്മൾ നേരത്തെ പറഞ്ഞതാണത് അല്ലേ? മെഗാസ്തീൻസിന്റെ വർക്കാണ് ഇൻഡിക്ക എന്നുള്ളത്. അക്കോർഡിംഗ് ടു മെഗാസ്തീൻസ്, പീപ്പിൾ were honest. Megasthenes recorded that the population is divided into occupational groups. അതായത് ഇന്ത്യക്ക എന്ന ബുക്കിൽ ഇന്ത്യനെ പറ്റിയിട്ടാണ് കൂടുതലായിട്ടും പരാമർശിക്കുന്നത്. അങ്ങനെ ഇന്ത്യക്കാരെല്ലാവരും സത്യസന്ധരായിരുന്നു, അവരൊരു കാര്യത്തിൽ നിന്നോണം പറയില്ല എന്നൊക്കെയായിരുന്നു മെഗാസ്തീൻസിന്റെ കണ്ടുപിടുത്തം. ഇനി ഇന്ത്യയിലെ തന്നെ 7 ഡിഫറെൻറ്റ് ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് ആയിട്ടാണ് തരംതിരിച്ചിട്ടുണ്ടായിരുന്നത്. ഏതാണ്? ഫിലോസഫർ. ആസ് പെർ മെഗാസ്തീൻസിന്റെ റെക്കോർഡാണ് കേട്ടോ ഇതെല്ലാം. First one, philosopher. Second one, cultivators. Third one, hunters. Fourth one, artisans. Fifth one, soldiers. Sixth one, spies. Spies എന്നുണ്ടെങ്കിൽ എന്താണ്? ചാരന്മാർ. ദെൻ 7th വൺ, കൗൺസിലേഴ്സ്. കൗൺസിലേഴ്സ് എന്നത് അതായത് ആൾക്കാരുടെ എണ്ണം കുറവായിരുന്നു, പക്ഷെ അവരാണ് അഡ്മിനിസ്ട്രേഷനിൽ ഹൈ പൊസിഷൻ വഹിച്ചിരുന്ന ആൾക്കാർ. The most significant difference between the 7-fold divisions and society and the Varna Jati is that the Greek author placed the 7 groups one after the other without attributing any hierarchical states. In contrast, Varna Jati arranged vertically with definite inequality. വായിച്ചപ്പോൾ കുറേ ആയിട്ട് തോന്നിയോ? പക്ഷെ ഒന്നുമില്ല. എന്താണ് വർണ്ണ ജാതിയിൽ ഇനീക്വൽ ആയിട്ട്, അതായത് ഒരു വെർട്ടിക്കൽ ലൈനിൽ ഇയാൾക്ക് താഴെ ഇയാൾ, ഈ ജാതിക്ക് താഴെ ഈ ജാതി, അങ്ങനെയുള്ള കുറേ ജാതികളുടെ വ്യത്യാസം, ഇനീക്വാലിറ്റി, ഒരുപാട് ഇക്വാലിറ്റി നിഷേധിക്കുന്ന കാര്യങ്ങൾ അവിടെ വരുന്നുണ്ടായിരുന്നു. എവിടെ? വർണ്ണജാതിയിൽ. പക്ഷേ 7 ഫോൾഡ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫിലോസഫേഴ്സ്, കൾട്ടിവേറ്റേഴ്സ്, അങ്ങനെ കുറേ അധികം 7 കാറ്റഗറി പറഞ്ഞില്ലേ. ആ 7 കാറ്റഗറിയിൽ എന്താണ്? ഇന്ന ആൾക്ക് മേലെയാണ് ഇന്ന ആൾ, അങ്ങനെയൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് അതിൻ്റെ താഴെ പറഞ്ഞിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ നമ്പേഴ്സ്, പക്ഷേ അവരാണ് മോസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. അല്ലാതെ ഒരാൾക്ക് കീഴിലാണ് മറ്റൊരാൾ എന്ന് സ്ഥാപിച്ചിട്ടില്ല. പക്ഷെ വർണ്ണജാതിയിൽ എങ്ങനെയാണ്? അങ്ങനെ ഒരു വേർതിരിവ് വർണ്ണജാതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. മെഗാസ്തീൻസ് ഇൻസിസ്റ്റഡ് ദാറ്റ് ഓഫീസേഴ്സ് ഇൻ പട്ടാലിപുത്ര were in charge of the city administration known as എസ്റ്റിനോമൈ. അതായത് സിറ്റിൻ്റെ, നഗരത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ചാർജുള്ള കുറേ ഓഫീസേഴ്സിനെ എവിടെ നിയമിച്ചു? പട്ടാലിപുത്രയിൽ നിയമിച്ചിട്ടുണ്ട്. മെഗാസ്തീൻസ് നിയമിച്ചിട്ടുണ്ട്. അവരെയാണ് എന്തെന്ന് പറയുന്നത്? എസ്റ്റിനോമോയ് എന്ന് പറയുന്നത്. ഡിവൈഡഡ് ഇൻ ടു 6 ബോർഡ്സ്, ഈച്ച് ബോർഡ് കോംപ്രൈസിങ് 5 മെമ്പേഴ്സ്. അതായത് 6 ബോർഡ്സ് ആയിട്ട് അവരിനെ തിരിച്ചു. ആ 6 ബോർഡ്സിലും 5 മെമ്പർ വീതം, 6 ബോർഡ്സിൽ 5 മെമ്പർ വീതം അങ്ങനെയാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്? തിരിച്ചിട്ടുള്ളത്. ദെൻ ഫസ്റ്റ് ബോർഡിൽ ആരൊക്കെയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്? ഇൻഡസ്ട്രിയൽ ആർട്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ബോർഡിലുള്ള ആൾക്കാരെ നിയമിച്ചിട്ടുള്ളത്. സെക്കൻഡ് ബോർഡോ ഇൻഫോർമേഷൻ ഓൺ ബർത്ത് ആൻഡ് ഡെത്ത് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാനാണ് സെക്കൻഡ് ബോർഡിലുള്ള 5 മെമ്പേഴ്സിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. തേർഡ് ബോർഡിലുള്ള 5 മെമ്പേഴ്സിനെ എന്താണ് ഏൽപ്പിച്ചിട്ടുള്ളത്? ടുക്ക് കെയർ ഓഫ് ഫോറിനേഴ്സിനെ ടുക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് വിദേശികളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തേർഡ് ബോർഡിനെ നിയമിച്ചിട്ടുള്ളത്. ഫോർത്ത് ബോർഡ് എക്സ്ചേഞ്ച് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. ഫിഫ്ത്ത് ബോർഡ് നോ ഓൾഡ് ആർട്ടിക്കിൾസ് വെർ ടു ബി മിക്സ്ഡ് വിത്ത് ന്യൂ വൺസ്. പുതിയതായിട്ട് പഴയ രീതിയിലുള്ള ആർട്ടിക്കിൾസ് മിക്സ് ചെയ്യാൻ പാടില്ല, മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കണം എന്നാണ് ആരെ ഏൽപ്പിച്ചിട്ടുള്ളത്? ഫിഫ്ത്ത് ബോർഡിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. സിക്സ്ത് ബോർഡ് എന്താണ്? ടാക്സ് കളക്ഷൻ. അപ്പോൾ ഇങ്ങനെയാണ് 6 ബോർഡ്സ് വരുന്നത്. 6 ബോർഡ്സിലും 5 മെമ്പേഴ്സ് വീതമാണ് വരുന്നത്. ഇനി ക്രിറ്റിസിസം എന്താണ്? വിമർശകർ എന്താണ്? എല്ലാ കാര്യത്തിനും ഒരു നെഗറ്റീവ് കണ്ടുപിടിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കൂടുതലും ക്രിട്ടിക്സ് എന്ന് പറയാറുള്ളത്, വിമർശകർ എന്ന് പറയാറുള്ളത്. എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത്? While the Megasthenes' impressions of the Mauryan Empire
empire are valuable, but they had limitations. എന്തൊക്കെയാണ് limitations? According to Romila Thapar, Megasthenes' understanding of the Seleucid Empire influenced of several occasions. അതായത് സെലൂക്കിഡ് എംപയർ എങ്ങനെയാണ് രാജ്യം ഭരിച്ചിരുന്നത് അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് കുറേ രാജ്യങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മെഗാസ്തീൻസ് കുറേ ആ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അങ്ങനെ നടപ്പിലാക്കുന്ന സമയത്ത് ഈ മെഗാസ്തീൻസ് നേരത്തെ പറഞ്ഞു എന്താണ്, ഇന്ത്യയിലുള്ള എല്ലാവരും സത്യസന്ധരാണ്, അവിടെ നുണ പറയുന്ന ആൾക്കാർ ഒന്നുമില്ല. അതൊക്കെ ശരിക്കും എന്താണ്, മെഗാസ്തീൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കാതെ, ഒരു കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കാതെ മൊത്തത്തിൽ ഇന്ത്യനെ പറ്റിയിട്ട് പരാമർശിച്ചിരിക്കുകയാണെന്നാണ് ആര് പറയുന്നത്, ക്രിട്ടിക്സ് പറയുന്നത്. ക്രിട്ടിക്സിൽ ഇവിടെ ആരാ വരുന്നത്, റോമില താപ്പാർ. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ചൈനീസ് ട്രാവലേഴ്സ്. ചൈനീസ് ട്രാവലേഴ്സ് രണ്ടാളിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്, ഫാഹിൻ ആൻഡ് ഹ്യൂൻസാങ്. ഫാഹിനെ പറ്റിയിട്ട് ആദ്യം നോക്കാം. ഫസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ചൈനീസ് മോങ്സ് ടു ട്രാവൽ ഇൻ ഇന്ത്യ ഇൻ 399 CE. ഇമ്പോർട്ടൻ്റ് ആണ്, ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. 399 CE റീച്ചിങ് നോർത്ത് ഇന്ത്യ. എവിടെയാണ് ആദ്യമായിട്ട് എത്തിയത്, നോർത്ത് ഇന്ത്യയിലാണ്. ഹി വിസിറ്റഡ് ലുംബിനി, ദി ബർത്ത് പ്ലേസ് ഓഫ് ഗൗതമ ബുദ്ധ, ആൻഡ് സ്പെൻഡ് ടൈം ഇൻ പട്ടാളിപുത്ര. പട്ടാളിപുത്രയിൽ എന്ത് ചെയ്തു, സമയം ചെലവഴിച്ചത്. ആദ്യമായിട്ട് എന്താണ്, എവിടെയാണ് വിസിറ്റ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. ആദ്യമായിട്ട് വിസിറ്റ് ചെയ്തത് എവിടെയാണ്, ബർത്ത് പ്ലേസ് ഓഫ് ഗൗതമ ബുദ്ധ. ഗൗതമ ബുദ്ധയുടെ ജനന സ്ഥലത്താണ് ആദ്യമായിട്ട് വിസിറ്റ് ചെയ്തത്. ലുംബിനി എന്ന് പറയുന്ന ഗൗതമ ബുദ്ധയുടെ ജനന സ്ഥലത്താണ് ആദ്യമായിട്ട് ഫാഹിൻ വിസിറ്റ് ചെയ്തത്. ഇൻ 408 or 409 CE, ഫാഹിൻ ടുക്ക് എ മെർച്ചൻ്റ് ഷിപ്പ് ഫ്രം ഈസ്റ്റേൺ ഇന്ത്യ ടു ശ്രീലങ്ക. ഈസ്റ്റേൺ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് മെർച്ചൻ്റ് ഷിപ്പ്. ഇയർ ഏതാണ്, 408 അല്ലെങ്കിൽ 409 CEയിലാണ്. ഏതെങ്കിലും ഒന്ന് 408 അല്ലെങ്കിൽ 409 എഴുതിയാലും മതിയാവും കേട്ടോ. പ്രസൻസ് ഓഫ് മാരിടൈം ട്രേഡിംഗ് ചാനൽസ് കണക്റ്റിംഗ് ഇന്ത്യ ആൻഡ് ചൈന. ഇന്ത്യനെയും ചൈനയെയും കണക്ട് ചെയ്യുന്ന രൂപത്തിലുള്ള മാരിടൈം ട്രെയിനിങ്ങിൻ്റെ പ്രസൻസും ഇതിൽ കണ്ടെത്തിയിട്ടുണ്ട്, ഫാഹിൻ കണ്ടെത്തിയിട്ടുണ്ട്. ഫാഹിൻസ് വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഫാഹിൻസ് വർക്കാണ് എ റെക്കോർഡ് ഓഫ് ബുദ്ധിസ്റ്റ് കിങ്ഡംസ്. ബുദ്ധിസ്റ്റ് കിങ്ഡംസിൻ്റെ ഒരു റെക്കോർഡാണ് ഫോക്കോക്കി എന്നുള്ള പേരിൽ ഫാഹിൻ്റെ വർക്കായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഫാഹിൻസ് അക്കൗണ്ട് വാസ് മോസ്റ്റ്ലി കൺസേൺഡ് വിത്ത് ബുദ്ധിസം ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദി ലേറ്റ് 4th century. ലേറ്റ് 4th centuryയിൽ ഇന്ത്യയിലുണ്ടായിരുന്ന ബുദ്ധിസത്തെ പറ്റിയിട്ടാണ് കൂടുതലായിട്ടും ഫാഹിൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അലോങ് വിത്ത് റിലീജിയസ് ഡിസ്ക്രിപ്ഷൻ, ഫാഹിൻ കമന്റഡ് ഓൺ ദി സോഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദി പീരീഡ് ഫ്രം 300 CE ടു 600 CE. 300 CE മുതൽ 600 CE വരെയുള്ള സോഷ്യൽ ആസ്പെക്ട്, സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളും ഏതിൽ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്, ഫാഹിൻ അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. He emphasized that the state imposed lenient taxation during the Gupta period. He described how Chandalas lived outside homes. അപ്പോൾ ആരിനെ പറ്റിയിട്ടും പരാമർശിച്ചിട്ടുണ്ട്, ബുദ്ധിസം മാത്രമല്ല, ബുദ്ധൻസിനെ മാത്രമല്ല, ചന്ദലാസ് എന്നുള്ള ജനവിഭാഗത്തെ പറ്റിയിട്ടും ആര് പരാമർശിച്ചിട്ടുണ്ട്, ഫാഹിൻ പരാമർശിച്ചിട്ടുണ്ട്. 300 CE മുതൽ 600 CE വരെയുള്ള സോഷ്യൽ ആസ്പെക്ട്സും ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടാക്സേഷൻ സിസ്റ്റം, ഗുപ്ത പീരീഡിലുള്ള ടാക്സേഷൻ സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന ചൈനീസ് റൈറ്റർ ആണ് ഹ്യൂൻസാങ് എന്നുള്ളത് ഷ്വാൻഷാങ് എന്നും അറിയപ്പെടാറുണ്ട് കേട്ടോ. ചൈനക്കാരല്ലേ, അവരുടെ പേരെങ്ങനെയല്ലേ ഉണ്ടാവുക. ബുദ്ധിസ്റ്റ് മോങ് ഹു വിസിറ്റഡ് ഇന്ത്യ ഇൻ 629 CE. മറ്റൊരാൾ എന്തായിരുന്നു, അതായത് ഫാഹിൻ എത്രയിലായിരുന്നു, 300 CEയിലാണ്, ആ ഒരു കാലഘട്ടത്തിലാണ്. പക്ഷേ ഇദ്ദേഹം എന്താണ്, 629 CEയിലാണ്. ഹി ഫോസ്റ്റർഡ് ഡിപ്ലോമാറ്റിക് എക്സ്ചേഞ്ചസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. ഹിസ് നാരേറ്റീവ് ദി ഗ്രേറ്റ് ടാങ് ഡൈനാസ്റ്റി റെക്കോർഡ് ഓഫ് ദി വെസ്റ്റേൺ റീജിയൻസ്. ഇമ്പോർട്ടൻ്റ് ആണ്, അദ്ദേഹത്തിൻ്റെ നെറേറ്റീവിൻ്റെ പേരെന്താണ്, ദി ഗ്രേറ്റ് ടാങ് ഡൈനാസ്റ്റി റെക്കോർഡ് ഓഫ് ദി വെസ്റ്റേൺ റീജിയൻസ്. ഹ്യൂൻസാങ്സ് മിഷൻ വാസ് എ സക്സസ് ഇൻ ഓൾസോ ബൈ ദി ക്വാളിറ്റി ഓഫ് ദി ട്രാൻസ്ലേഷൻസ് ഹി കംപ്ലീറ്റഡ്. അതായത് ട്രാൻസ്ലേഷൻ എന്താണ്, ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുക എന്നുള്ളതാണ് ട്രാൻസ്ലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ട്രാൻസ്ലേഷൻ വർക്ക്സും അദ്ദേഹത്തിൻ്റെ എന്തായിരുന്നു, സക്സസ്ഫുൾ ആയിരുന്നു. ഹി ഹാസ് നറേറ്റഡ് ദി സ്റ്റോറീസ് ആൻഡ് മിറാക്കിൾസ് ഓഫ് ബുദ്ധിസ്റ്റ് സൈറ്റ്സ് വിച്ച് ഹി വിസിറ്റഡ്. അതായത് അദ്ദേഹം സന്ദർശിച്ചിട്ടുള്ള ബുദ്ധിസ്റ്റുകളുടെ എന്താണ് സ്റ്റോറീസ്, അവരെ പറ്റിയിട്ടുള്ള സ്റ്റോറീസും മിറാക്കിൾസും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം നറേറ്റ് ചെയ്തിട്ടുണ്ട്. ഹിസ് ഇന്ററാക്ഷൻ വിത്ത് ഇന്ത്യൻ റൂളർ ഹർഷവർദ്ധന എന്നുള്ള ഇന്ത്യൻ റൂളറായിട്ട് ഉള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണവും ഇന്ത്യയിൽ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വർക്കിൽ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഹി കൺക്ലൂഡ്സ് ദാറ്റ് ദി കറക്റ്റ് നെയിം ഫോർ ഇന്ത്യ ഇൻ ചൈന ഈസ് യന്തു. അതായത് ചൈനീസ് ഭാഷയിൽ ഇന്ത്യക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള കറക്റ്റ് നെയിം എന്താണെന്നാണ് അദ്ദേഹം പറയുന്നത്, യന്തു എന്ന് പറഞ്ഞിട്ട്
പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് കൺക്ലൂഡ് ചെയ്യുന്നത്. ഹി ഓൾസോ എക്സ്പ്ലെയിൻ ദി ജോഗ്രഫി ആൻഡ് ക്ലൈമറ്റ്. ഹി ഓൾസോ റീച്ച്ഡ് കനൗജ് ഇൻ 637 CE ഡ്യൂറിംഗ് ദി റീൻ ഓഫ് ഹർഷ. ആര് ഭരിച്ചിരുന്ന സമയത്താണ് കനൗജിലെത്തിയത്? കനൗജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉത്തർപ്രദേശിലുള്ള ഒരു മെയിൻ സിറ്റിയാണ്. അവിടെ എത്തിയത് എന്നാണ് പറയുന്നത്. ആര് ഭരിച്ചിരുന്ന സമയത്ത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് ഭരിച്ചിരുന്നത്? ഹർഷാണ് ഭരിച്ചിരുന്നത്. The narrative of Hyun Sang is noteworthy for its detailed account of Buddhist sites like Bamiyan and Nalanda. അതായത് ഇദ്ദേഹത്തിൻ്റെ വർക്ക്, ഹ്യൂൻ സാങ്ങിൻ്റെ വർക്ക് ഏറ്റവും നോട്ട്വർത്തി, ശ്രദ്ധേയമായത് ഏതൊക്കെ രീതിയിലാണ്? ബാമിയാൻ ആൻഡ് നളന്ദ എന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് സൈറ്റ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആര് കൊടുത്തിട്ടുണ്ട്? ഹ്യൂൻ സാങ് കൊടുത്തിട്ടുണ്ട്. Then from there he proceeded to Chang'an, the capital of the Tang dynasty. നെക്സ്റ്റ്, ഏർലി മിഡീവൽ ഇന്ത്യ ആൻഡ് ദെയർ അക്കൗണ്ട്സ്. ഫസ്റ്റ് ആരാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഇബ്നു ബട്ടൂട്ട. ഇബ്നു ബട്ടൂട്ടയെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. എന്തൊക്കെ പോയിന്റ്സ് ആണ് വരുന്നത്? ഫസ്റ്റ് തന്നെ ആളൊരു മൊറോക്കൻ ട്രാവലറാണ്. ഹു വിസിറ്റഡ് ഇന്ത്യ ഫ്രം 1333 CE, ഹാവ് കവേർഡ് 75,000 മൈൽസ്. എത്ര ദൂരമാണ് അദ്ദേഹം കവർ ചെയ്തിരിക്കുന്നത്? 75,000 മൈൽസ്. എപ്പോഴാണ് ഇന്ത്യയിലേക്ക് വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത്? 1333 CEയിലാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക് വാസ് ബിൽഡിംഗ് ഹിസ് എംപയർ ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദിസ് ടൈം. അതായത് ഇദ്ദേഹം വരുന്ന സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ദി സുൽത്താൻ നീഡഡ് മോർ ജഡ്ജസ്, സ്കോളേഴ്സ് എറ്റ്സെട്ര. ഇബ്നു ബട്ടൂട്ട വാസ് ഗിവൺ ദി പൊസിഷൻ ഓഫ് ഖ്വാസി ഓഫ് ഡൽഹി ഫോർ 7 years അണ്ടർ മുഹമ്മദ് ബിൻ തുഗ്ലക്. അതായത് ഈ രാജാവ് രാജ്യം ഭരിക്കുന്ന സമയത്ത്, അതായത് കീഴടക്കുന്ന സമയത്താണ് ആര് വരുന്നത്? ഇബ്നു ബട്ടൂട്ട വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് രാജാവിന്, സുൽത്താന് ആരിനെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു? കുറേ അധികം ജഡ്ജസ്, സ്കോളേഴ്സ്, അങ്ങനെ പല പൊസിഷനിലേക്കും ആൾക്കാരെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഖ്വാസി ഓഫ് ഡൽഹി ആയിട്ട് ആരെ നിയമിച്ചു? ഇബ്നു ബട്ടൂട്ടനെ നിയമിച്ചു. ആൻഡ് അതേപോലെ തന്നെ 7 വർഷമാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കീഴിൽ ഇബ്നു ബട്ടൂട്ട നിന്നിട്ടുള്ളത്. Ibn Battuta then travelled to the south. He then travelled to Calicut in Kerala. He made mention of the wealth of the merchants in India and described the dish rasoi made of rice, meat and coconut milk. തേങ്ങാപ്പാലും അതേപോലെ തന്നെ മീറ്റും റൈസൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിഷ് കൂടി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ വർക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡിഷിൻ്റെ പേരെന്താണ്? റസോ. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ദെൻ ദി സുൽത്താൻ ഹയർഡ് ഇബ്നു ജുസൈ, എ റൈറ്റർ ഹു ഹെൽപ്പ് ഇബ്നു ബട്ടൂട്ട. അതായത് ഇബ്നു ബട്ടൂട്ട ഇങ്ങനെ കുറേ സ്ഥലത്ത് പോയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസസ് എല്ലാം ഒരു വർക്കായിട്ട് പബ്ലിഷ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു റൈറ്റിങ്സ് ആയിട്ട് എഴുതി വെക്കണം എന്ന് റെക്കമെൻഡ് ചെയ്ത സമയത്ത് എന്താണ്? ഇബ്നു ജുസൈ എന്ന് പറയുന്ന ആളെ റൈറ്ററായിട്ട് ഇബ്നു ബട്ടൂട്ടയ്ക്ക് നിയമിക്കുകയാണ്. His description of the country also references the royal meals, seasonal fruits and food habits of the people. Next, Marco Polo, Venetian merchant who travelled from Europe to Asia in 1271 to 1295. 1271 മുതൽ 1295 വരെ യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്ക് ട്രാവൽ ചെയ്തിട്ടുള്ള വെനീഷ്യൻ മെർച്ചൻ്റ് ആണ് ആരെന്ന് പറയുന്നത്? മാർക്കോ പോളോ. ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഹിസ് ബുക്ക് ഇൽ മില്യോൺ ട്രാൻസ്ലേറ്റഡ് ആസ് ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ. ഇൽ മില്യോൺ എന്നുള്ളത് ഓർത്ത് വെച്ചില്ലെങ്കിലും ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. അദ്ദേഹത്തിൻ്റെ വർക്ക് ചോദിക്കുമ്പോൾ, വെൻ മാർക്കോ പോളോ വിസിറ്റഡ് ഇന്ത്യ ഹി ഒബ്സർവ് ദാറ്റ് ദി കൺട്രി വാസ് ഡിവൈഡഡ് ഇൻ ടു ന്യൂമറസ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ്. അതായത് ഇന്ത്യ വിസിറ്റ് ചെയ്ത സമയത്ത് കൺട്രി എന്താണ്? ന്യൂമറസ്, കുറേയധികം ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ആര് പറയുന്നത്? മാർക്കോ പോളോ പറയുന്നത്. ഹി ഓൾസോ ഒബ്സർവ് ദാറ്റ് ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് കോമൺ ഫോർ മെൻ ടു മാരി ദെയർ കസിൻസിനെ കല്യാണം കഴിക്കുന്നത് എന്താണ്? കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇന്ത്യയിൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് കൂടി അദ്ദേഹത്തിൻ്റെ വർക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹി എക്സാഗ്രേറ്റഡ് ദി കിങ് ഹാസ് 500 വൈഫ്സ്. അതായത് ഓരോ രാജാവിനും 500 ഭാര്യമാരുണ്ടായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം എക്സാഗ്രേറ്റ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും നമ്പർ, എന്നാലും അത്രത്തോളം എക്സാഗ്രേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം പറയുന്നത് 500 ഭാര്യമാരുണ്ടായിരുന്നു എന്നൊക്കെ. വെൻ എ റൂളർ ഡൈഡ് ഹിസ് ബോഡി വാസ് ത്രോൺ ഇൻ ടു എ ലാർജ് ഫയർ. ഹോഴ്സസ് ഫ്രം ഫോറിൻ റീജിയൻസ് റൈസ്, മർഡേഴ്സ്, harsh punishment, also described the climatic conditions. അതായത് ഇന്ത്യയിലുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, പിന്നെ അതേപോലെ തന്നെ റൈസ് ആണ് അവർ കൂടുതലും ഉപയോഗിക്കുന്നത് ഭക്ഷണമായിട്ട്. മർഡേഴ്സ്, അതായത് ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ ആൾക്കുള്ള പണിഷ്മെൻറ്റ് എത്രത്തോളമാണ്. അതേപോലെ തന്നെ ഹോഴ്സസ് അവർ ഉപയോഗിക്കുന്നത്, ഇന്ത്യക്കാർ ഉപയോഗിക്കുന്നത് ഫോറിൻ റീജിയൻസിൽ നിന്നുള്ളതാണ് കുതിരകൾ എന്നുള്ളതൊക്കെയാണ് ആര് പറയുന്നത്?
മാർക്കോ പോളോ പറയുന്നത്. ഓൾസോ ഡിസ്ക്രൈബ്ഡ് ദി ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. മാർക്കോ പോളോ റെഫേർഡ് മസൂലിപട്നം ആസ് ദി ഡയമണ്ട്സ് ഓഫ് ഗോൾക്കൊണ്ട. ഗോൾക്കൊണ്ടയിലെ വജ്രങ്ങൾ എന്നറിയപ്പെട്ടത് അല്ലെങ്കിൽ അങ്ങനെ പരാമർശിച്ചത് ഏത് സ്ഥലത്തെയായിരുന്നു? മസൂലിപട്നത്തെ ആയിരുന്നു മാർക്കോ പോളോ അങ്ങനെ വിശേഷിപ്പിച്ചത്. ദെൻ നെക്സ്റ്റ് ആണ് അമീർ ഖുസ്രാവു. അമീർ ഖുസ്രാവിൽ നമ്മൾ വൺ വേർഡ്സ് കുറേ ചെയ്ത സമയത്ത് പറഞ്ഞതാണ് അമീർ ഖുസ്രാവു അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. നോക്കാം. പോയറ്റ് ആൻഡ് ഹിസ്റ്റോറിയൻ ഹു ലീവ്ഡ് ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിൻ്റെ സമയത്ത് ജീവിച്ചിരുന്ന ഒരു പോയറ്റ് ആൻഡ് ഹിസ്റ്റോറിയൻ ആണ്, ചരിത്രകാരനാണ് ആരെന്ന് പറയുന്നത്? അമീർ ഖുസ്രാവു. വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പോയറ്റ്സ് ഇൻ ദി പേർഷ്യൻ ലാംഗ്വേജ്. ഹി വാസ് എ സ്പിരിച്വൽ ഡിസിപ്പിൾ ഓഫ് നിസാമുദ്ദീൻ ഔലിയ. അപ്പോൾ ടീച്ചർ ആരാണ്? നിസാമുദ്ദീൻ ഔലിയ. നോൺ ആസ് ട്യൂട്ടി-ഇ-ഹിന്ദ്, പാരറ്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഫാദർ ഓഫ് ഉറുദു ലിറ്ററേച്ചർ, ഫാദർ ഓഫ് കവാലി, ഫാദർ ഓഫ് ഉറുദു ലിറ്ററേച്ചർ, അതേപോലെ തന്നെ കവാലിൻ്റെ ഫാദർ, ട്യൂട്ടി-ഇ-ഹിന്ദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരറ്റ് ഓഫ് ഇന്ത്യ. അദ്ദേഹം നന്നായി പാടുമായിരുന്നു, അതുകൊണ്ടാണ് ആ ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അമീർ ഖുസ്രാവു ആണ്. His contribution to music is worth mentioning. He created Khayal and Tarana genres of music. മ്യൂസിക്കിൻ്റെ ഏതൊക്കെ ജനറീസ് ആണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്? ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഖായൽ ആൻഡ് തരാന. പിന്നെ മ്യൂസിക്കിലും അദ്ദേഹത്തിൻ്റെ കഴിവ് എന്താണ് പറയാതിരിക്കാൻ വയ്യ. ദെൻ ഇൻവെൻറ്റഡ് തബല. ഇമ്പോർട്ടൻ്റ് ആണ്. തബല ഇൻവെൻറ്റ് ചെയ്തത് ആരാണ്? സിത്താർ ഡെവലപ്പ് ചെയ്തത് ആരാണ്? കവാലിൻ്റെ ഫാദർ, ഉറുദു ലിറ്ററേച്ചറിൻ്റെ ഫാദർ, ട്യൂട്ടി-ഇ-ഹിന്ദ്. കണ്ടോ, ഒരുപാട് വൺ വേർഡ്സ് അദ്ദേഹത്തിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്. ക്രിയേറ്റഡ് ന്യൂ മെലഡി നെയ്മഡ് സസ്ഗാരി, സിലാഗ്, മുൻവാഫിക്. സസ്കാരി, സിലാഗ്, മുൻവാഫിക്. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, 3 എണ്ണം ഉള്ളത് ഏതൊക്കെയാണ്? സസ്കാരി, സിലാഗ്, മുൻവാഫിക്. ജസ്റ്റ് കേട്ടിട്ടുള്ള പരിചയത്തിൽ നിങ്ങൾ പോയി എഴുതട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. റൈറ്റ്സ് അബൌട്ട് കറൻറ്റ് പൊളിറ്റിക്കൽ ഇവൻറ്റ്സ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. അതായത് മ്യൂസിക് ആയിട്ടുള്ള രീതിയിൽ മാത്രമല്ല, പൊളിറ്റിക്കൽ രാഷ്ട്രീയമായിട്ടുള്ള രീതിയിലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വർക്കിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഹി ഡിസ്ക്രൈബ്ഡ് മിലിറ്ററി അറ്റാക്സ് എഗെയിൻസ്റ്റ് മംഗോൾസ് ഇൻ 1285 CE, അതായത് 1285 CE, 1285 CEയിൽ മംഗോൾസിനെതിരെയുള്ള മിലിറ്ററി അറ്റാക്സും അദ്ദേഹത്തിൻ്റെ വർക്കിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഖസ്രാവ് wrote numerous works like Kamsa, Khazainul Futu, etc. 2 വർക്ക് നോട്ട് ചെയ്ത് വെക്കുക. കുറേ വർക്ക്സ് കൊടുത്തിട്ടുണ്ട്, അതിൽ 2 വർക്കെങ്കിലും നോട്ട് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. കംസ, ഖസൈനൽ ഫുത്തു. ദി 3rd chapter of his book No Sipir focuses on the geography and the people of India. ഇന്ത്യയിലെ ആൾക്കാരെ പറ്റിയിട്ടും ജോഗ്രഫീനെ പറ്റിയിട്ടും ഫോക്കസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഏത് ബുക്കാണ്? 3rd chapter of his book. ഏതാണ് ബുക്കിൻ്റെ നെയിം? എന്താണ്? നോ സിപ്പിർ. He described the ceremonies and details of the marriage of Khizar Khan, son of Alauddin Khilji. Alauddin Khiljiൻ്റെ മകനായിട്ടുള്ള ഖിസാർ ഖാൻ്റെ കല്യാണം, മാരേജിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ വർക്കിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം, അതായത് ടർക്കിഷ് എഫക്റ്റ് എത്രത്തോളം ഇന്ത്യൻ സൊസൈറ്റിയിൽ വന്നിട്ടുണ്ട് എന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. However, he was exaggerated things mentioned in his work. അതായത് അദ്ദേഹത്തിൻ്റെ വർക്കിലും എന്താണ് കുറേ അധികം എക്സാഗ്രേഷൻസ്, അതായത് ഉള്ള കാര്യം തന്നെ ആയിരിക്കും ഒന്നുകൂടി വീർപ്പിച്ച് പറയാന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ രീതിയിലുള്ളതും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ വർക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇൻ കെറാനുൽ സദൈൻ ഹി ഡിസ്കസസ് സുൽത്താൻ കൈക്കുബാസ് മീൽസ് ആൻഡ് ടേബിൾ എഡ്യൂക്കേറ്റ്. എഡ്യൂക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മര്യാദകൾ, അതായത് ടേബിൾ മാനേഴ്സിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ സുൽത്താൻ കൈക്കുബാസ് മീലിനെ പറ്റിയിട്ടും കിറാനുൽ സദൈനിൽ പരാമർശിച്ചിട്ടുണ്ട്. ദി ബർത്ത് ഓഫ് എ മെയിൽ ചൈൽഡ് വാസ് വെൽക്കംഡ് വിത്ത് ഫെസ്റ്റിവൽസ്. ആൺകുട്ടികളുടെ ജനനം എന്തായിട്ടാണ്? ഭയങ്കര ഫെസ്റ്റിവൽസ് ആയിട്ട് ആഘോഷിച്ചിട്ടാണ് അവരെന്ത് ചെയ്യണത്? വെൽക്കം ചെയ്യണത്. വിമൻ ഹു ഡൈഡ് ബിഫോർ ദെയർ സ്പൗസ് വെർ പെയിൻറ്റഡ് വിത്ത് വെർമിലിയൻ പേസ്റ്റ് ഗുൽഗുന ഗുനാന്ത്. വെർമിലിയൻ പേസ്റ്റ് ഗുൽഗുന ഗുനാന്ത് എന്ന് പറയുന്ന പേസ്റ്റായിട്ട്, അതായത് ഭർത്താക്കന്മാരുടെ മുന്നേ മരിക്കുന്ന ഭാര്യമാരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ നെക്സ്റ്റ് ജീൻ ബാപ്റ്റൈസ് ടേവർണിയർ. ജീൻ ബാപ്റ്റൈസ് ടേവർണിയറിൽ നമുക്ക് കുറച്ചധികം പോയിന്റ്സ് പഠിക്കാനുണ്ട്, നോക്കാം. ബിറ്റ്വീൻ 1604 ആൻഡ് 1652 ഫ്രഞ്ച് കമ്പനീസ് വെർ എസ്റ്റാബ്ലിഷ്ഡ് ടു ട്രേഡ് വിത്ത് ഇന്ത്യ, മേക്കിംഗ് സിറ്റ് ട്രിപ്സ്, ജ്വല്ലർ ബൈ പ്രൊഫഷൻ. അദ്ദേഹത്തിൻ്റെ ജോലി എന്തായിരുന്നു? ഒരു ജ്വല്ലർ ആയിരുന്നു. പിന്നെ പറയുന്നത് അദ്ദേഹം ഗോൾക്കൊണ്ടയിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള ഡയമണ്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. ഇൻ 1657 ടാവർണിയർ റിട്ടേൺ ടു ഇന്ത്യ ടു സപ്ലൈ ദി ഗുഡ്സ് ടു ഷൈസ്ത ഖാൻ. ഷൈസ്ത ഖാനിന് ഗുഡ്സ്, സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഏത് ഇയർ ആണ്? ഓർത്ത് വെക്കണം, 1657. ദി ബുക്ക് ദി 6 voyages provide ample reference to the political scenario of the മുഗൾസ്. മുഗൾസ് ഭരിക്കുന്ന സമയത്ത് ഉള്ള പൊളിറ്റിക്കൽ
പൊളിറ്റിക്കൽ സിനാറിയോ, രാഷ്ട്രീയമായിട്ടുള്ള ആ ഒരു രീതി എന്തിൽ കാണിച്ചിട്ടുണ്ട്? 6 voyagesൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹി ഓൾസോ നെറേറ്റഡ് ദി റിലീജിയസ് ട്രഡീഷൻസ് ഓഫ് idolaters. Those who worship idols include Hinduism, Buddhism, Jainism. ഹിന്ദുയിസം, ബുദ്ധിസം, ജൈനിസം ഒക്കെ ഏതിൽ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ വർക്കിൽ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഐഡോലേറ്റേഴ്സിനെ പറ്റിയിട്ടുള്ള പ്രാധാന്യവും അദ്ദേഹത്തിൻ്റെ ബുക്കിൽ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. ടാവേർണിയർ ഒബ്സർവ്ഡ് ദാറ്റ് ദർ വർ 72 കാസ്റ്റസ് ഇൻ ഇന്ത്യ. 72 ജാതികൾ ഉണ്ട് ഇന്ത്യയിൽ എന്നാണ് ടാവേർണിയർ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. ഓൾസോ ഡിസ്ക്രൈബ്സ് വേരിയസ് കാസ്റ്റസ് ലൈക്ക് ബ്രാഹ്മിൻസ്, സാരാഫ്സ് എക്സെട്ര. ഹി ഡിസ്ക്രൈബ് ദി കസ്റ്റം ഓഫ് ബേണിംഗ് ദ ഡെഡ് ബോഡി, ദി പ്രാക്ടീസ് ഓഫ് സതി. അതായത് സതി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു പ്രാക്ടീസും അതേപോലെ തന്നെ ഡെഡ് ബോഡി കത്തിക്കുന്നതും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ വർക്കിൽ ക്ലിയർ ആയിട്ട് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഫ്രാൻസോയിസ് ബെർണിയർ. ഫ്രാൻസോയിസ് ബെർണിയറിൽ മെയിനായിട്ടും നോട്ട് ചെയ്യേണ്ട പോയിന്റ്, അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണ് പേഴ്സണൽ ഫിസിഷ്യൻ, വൈദ്യനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്? ആർക്ക് വേണ്ടിയിട്ടാണ്? ദാരാ ഷിക്കോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെച്ചോട്ടോ. 12 വർഷം അദ്ദേഹം ഇന്ത്യയിൽ നിന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഹി എഡ്യൂക്കേറ്റഡ് ഇൻ മെഡിസിൻ അറ്റ് ദി യൂണിവേഴ്സിറ്റി ഓഫ് മോൺപെലിയർ. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? എവിടെയാണ്? ഫ്രാൻസിലാണ്. ബെർണിയർ വിറ്റ്നസ്ഡ് സിവിൽ വാർ ആൻഡ് സെസഷൻ ബാറ്റിൽ. ആരൊക്കെ തമ്മിലുള്ള ബാറ്റിലാണ്? ഔറംഗസീബ് ആൻഡ് ദാരാ ഷിക്കോ. ദാരാ ഷിക്കോന് വേണ്ടിയിട്ടാണ് വൈദ്യനായിട്ട് പ്രവർത്തിച്ചത്, ഫിസിഷ്യനായിട്ട് പ്രവർത്തിച്ചത് ദാരാ ഷിക്കോയ്ക്ക് വേണ്ടിയിട്ടാണ്. ആൻഡ് ദാരാ ഷിക്കോ ആൻഡ് ഔറംഗസീബ് തമ്മിലുള്ള സെസഷൻ ബാറ്റിലും അതേപോലെ തന്നെ സിവിൽ വാറും അദ്ദേഹം വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. വർഷം ഓർത്ത് വയ്ക്കുക, 1656 to 59. Then his work travels in the Mughal Empire. He provided a chronological succession list of Mughal rulers. Chronological എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം അനുസരിച്ച്, അതായത് ആർക്ക് ശേഷം ആരാണ് വന്നത് എന്നുള്ള ഓർഡറിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ആരാണ് ഭരിച്ചത്, മുഗൾ റൂളേഴ്സിൽ ആരാണ് ഭരിച്ചത് എന്നുള്ളൊരു ഡാറ്റയും ആര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്? ആരെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ബെർണിയറിനെ പറ്റിയിട്ടാണ്. ബെർണിയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹി കമ്പയർസ് ബംഗാൾ വിത്ത് ഈജിപ്ത്. ബംഗാളിനെ ഈജിപ്തായിട്ടും കമ്പയർ ചെയ്തിട്ടുണ്ട്. ഹി സേസ് ദാറ്റ് ഇൻ ഡൽഹി ദർ വാസ് നോ മിഡിൽ സ്റ്റേറ്റ് എ മാൻ. അതായത് അത്രയ്ക്കും ഉയർന്ന ക്ലാസ്സിലും അല്ലെങ്കിൽ ഏറ്റവും മിസറബിൾ ആയിട്ട് ജീവിക്കുന്നവരും ഏറ്റവും ദുരിതത്തിൽ ജീവിക്കുന്നവരും അല്ലാതെ ഒരു മിഡിൽ എന്ന് പറയാൻ, ഒരു മിഡിൽ ക്ലാസ് എന്ന് പറയാൻ, മിഡിൽ സ്റ്റേറ്റ് എന്ന് പറയാൻ ഡൽഹിയിൽ ആരും തന്നെ ഇല്ലെന്നാണ് അദ്ദേഹം സ്റ്റേറ്റ് ചെയ്യുന്നത്. ഹി ഡിസ്ക്രൈബ്ഡ് ബ്യൂട്ടി ഓഫ് ബിൽഡിംഗ്സ് ലൈക്ക് ജമാ മസ്ജിദ്, താജ്മഹൽ എക്സെട്ര. ജമാ മസ്ജിദ്, താജ്മഹൽ പോലെയുള്ള ബിൽഡിങ്സിൻ്റെ ബ്യൂട്ടീനെ പറ്റിയിട്ടും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിൻ്റെ വർക്കിൽ വർണ്ണിക്കുന്നുണ്ട്. നെക്സ്റ്റ് പീറ്റർ മുണ്ടേ. പീറ്റർ മുണ്ടേയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് വെക്കേണ്ടത് ഏതാണ്? RC ടെമ്പിൾ ആൻഡ് LM ആൻസ്റ്റേ ആണ് അദ്ദേഹത്തിൻ്റെ വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. RC ടെമ്പിൾ ആൻഡ് LM ആൻസ്റ്റേ, അത് മെയിനായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. ഹി മെയ്ഡ് എ വിവിഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ഹി സോ ഇൻ ബുറാൻപൂർ. ബുറാൻപൂരിൽ അദ്ദേഹം എന്താണ് കണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ എവിടെ കൊടുത്തിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ വർക്കിൽ കൊടുത്തിട്ടുണ്ട്. മുണ്ടേ ഓൾസോ മെൻഷൻ അബൌട്ട് ദി ടൗൺ ഓഫ് ഗർഹ. ടൗൺ ഓഫ് ഗർഹയും ബുറാൻപൂറുമാണ് അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പ്ലേസസ് അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ 17th century ബ്രിട്ടീഷ് ബിസിനസ്മാൻ ആണ്. ഹി വാസ് എ 17th century ബ്രിട്ടീഷ് ബിസിനസ്മാൻ, ട്രേഡർ, ട്രാവലർ. RC ടെമ്പിൾ ആൻഡ് LM ആൻസ്റ്റേ ആണ് അദ്ദേഹത്തിൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് മോഡേൺ പീരീഡിൽ ആരൊക്കെയാണ് പഠിക്കാനുള്ളത്? മോഡേൺ പീരീഡിൽ ആരാണ്? വില്യം ഹോക്കിൻസ്. വില്യം ഹോക്കിൻസിനെ പറ്റിയിട്ടാണ് കുറച്ചേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഹി റീച്ച്ഡ് സൂററ്റ് ഇൻ ഓഗസ്റ്റ് 1608 ആസ് അംബാസഡർ ടു ദി കിങ് ഓഫ് ഇംഗ്ലണ്ട് ജെയിംസ് I. ജെയിംസ് ഒന്നാമൻ, അതായത് ഇംഗ്ലണ്ടിലെ കിങ്ങിൻ്റെ അംബാസഡർ ആയിട്ടാണ് എവിടെ എത്തുന്നത്? സൂററ്റിലെത്തുന്നത്. എപ്പോഴാണ് എത്തുന്നത്? ഓഗസ്റ്റ് 1608 Then he handed over the letter to grant permission to establish a English factory at Surat. സൂററ്റിൽ ഒരു ഇംഗ്ലീഷ് ഫാക്ടറി തുടങ്ങാനായിട്ടുള്ള പെർമിഷന് വേണ്ടിയിട്ട് ലെറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ജഹാംഗീർ കോൾഡ് ഹോക്കിൻസ് ഇംഗ്ലീഷ് ഖാൻ. അതും ചിലപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ജഹാംഗീർ എന്താണ് ഹോക്കിൻസിനെ വിശേഷിപ്പിച്ചത്? ഇംഗ്ലീഷ് ഖാൻ. നെക്സ്റ്റ് ആരാണ്? സർ തോമസ് റാവോ. സർ തോമസ് റാവോനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത് അദ്ദേഹം അംബാസഡർ ആയിരുന്നു. ആരുടെ അംബാസഡർ ആണ്? അംബാസഡർ ഫോർ കിങ് ജെയിംസ് I. ദി തേർഡ് EIC voyage in 1608 helped them establish a formal relationship with Mughals. Mughals ആയിട്ട് ഒരു ഫോർമൽ ഒഫീഷ്യൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് എന്ത് സഹായിച്ചിട്ടുണ്ട്? EIC voyage. ഏതാണ് ഇയർ? 1608 EIC voyage സഹായിച്ചിട്ടുണ്ട്. ദെൻ ആളെന്താണ്? ഒരു ഇംഗ്ലീഷ് റൈറ്റർ ആണ്. പ്ലേഡ് എ കീ റോൾ ഇൻ അഡ്വാൻസ്ഡ് ഇംഗ്ലണ്ട് ട്രേഡ്സ് ഇൻ ഏഷ്യ. അതായത് ഏഷ്യയിലുള്ള ഇംഗ്ലണ്ടുകാരുടെ ട്രേഡിന് ഒരു കീ റോൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്?
Sir Thomas Rao obtained a fireman from the emperor of the benefit of free trade. ഫയർമാൻ എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങണം അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പെർമിഷൻ ടേം ആണ് ശരിക്കും എന്ത് ഫയർമാൻ എന്ന് പറയുന്നത്. റാവ് ഡിസ്ക്രൈബ്ഡ് ഇന്ത്യ ആസ് എ ലോലെസ് കൺട്രി, അതായത് നിയമവിരുദ്ധ രാജ്യം എന്നാണ് ഇന്ത്യയെ ആര് വിശേഷിപ്പിച്ചിട്ടുള്ളത്? തോമസ് റാവു വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഹി ഓൾസോ ഗീവ്സ് എ വിവൈഡ് പിക്ചർ ഓഫ് ദി പെക്യുലാരിറ്റീസ് ഇൻഹറന്റ് ഇൻ ജഹാംഗീർസ് പേഴ്സണാലിറ്റി. ജഹാംഗീർസ് പേഴ്സണാലിറ്റിയിൽ വരുന്ന ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ്, എന്തൊക്കെ പെക്യുലാരിറ്റീസ് ആണ്, സ്പെഷ്യാലിറ്റീസ് ആണ് എന്നുള്ളതും അദ്ദേഹം എവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ വർക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ എഡ്വാർഡ് ടെറി, അടുത്ത ആളാണ് എഡ്വാർഡ് ടെറി. ബോൺ ഇൻ 1950, ടെറിസ് എക്സ്പീരിയൻസസ് ആൻഡ് വോയേജസ് ആർ പബ്ലിഷ്ഡ് അണ്ടർ എ വോയേജ് ടു ഈസ്റ്റ് ഇന്ത്യ. അപ്പോൾ ടെറി എന്നുള്ള ആ ആളുടെ വർക്ക് ഏതാണ്? എഡ്വാർഡ് ടെറിയുടെ വർക്ക് ഏതാണ്? എ വോയേജ് ടു ഈസ്റ്റ് ഇന്ത്യ. ടെറി ഡിസ്ക്രൈബ്സ് ദാറ്റ് ദി ടു സ്റ്റേപ്പിൾ കമോഡിറ്റീസ് ഓഫ് ദി കിങ്ഡം വർ ഇൻഡിഗോ ആൻഡ് കോട്ടൺ വൂൾ. രണ്ട് കമ്പോണൻറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇൻഡിഗോ ആൻഡ് കോട്ടൺ വൂൾ. 1950 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ വർക്ക് ഏതാണ്? എ വോയേജ് ടു ഈസ്റ്റ് ഇന്ത്യ. ആൻഡ് രണ്ട് സ്റ്റേപ്പിൾ കമോഡിറ്റീസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഇൻഡിഗോ, കോട്ടൺ വൂൾ. ദി കറൻസി യൂസ്ഡ് ഫോർ എക്സ്ചേഞ്ച് ഈസ് കോൾഡ് റുപ്പീസ്. ഇമ്പോർട്ടൻ്റ് ആണ്. ദി ബ്രാസ് കോയിൻസ് കോൾഡ് പീസസ് വർ ഓൾസോ യൂസ്ഡ് ഫോർ എക്സ്ചേഞ്ച്. ഹി മേഡ് ആൻ അക്കൗണ്ട് മാരേജ് ഓഫ് മുഹമ്മദൻ ആൻഡ് ദെയർ പോളിഗമി. പോളിഗമി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് പാർട്ട്നേഴ്സ്, അതായത് കുറേ അധികം വൈഫ്സ് ഉള്ള ആൾക്കാരെയാണ്. അതിനെയാണ് എന്ത് ഉദ്ദേശിക്കുന്നത്? ആ ഒരു സിസ്റ്റമാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? പോളിഗമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിനായിട്ടും എഡ്വാർഡ് ടെറി എന്നുള്ളതിൻ്റെ താഴെ ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയാണ്? 1950 ജനനം. അതേപോലെ തന്നെ വോയേജ് ടു ഈസ്റ്റ് ഇന്ത്യ ആണ് അദ്ദേഹത്തിൻ്റെ വർക്ക് വരുന്നത്. രണ്ട് സ്റ്റേപ്പിൾ കമോഡിറ്റീസ് ആണ് മെയിനായിട്ടും വരുന്നത്. ഇൻഡിഗോ ആൻഡ് കോട്ടൺ വൂൾ. എന്താണ്? റൂപ്പീസ് എന്നാണ് കറൻസി എക്സ്ചേഞ്ചിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പീസസ് എന്നാണ് ബ്രാസ് കോയിൻസിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മുഹമ്മദൻ ആൻഡ് പോളിഗമി മാരേജ് അതിനെ പറ്റിയിട്ടും ഒരു അക്കൗണ്ട് ഉണ്ട്. Hindustani was the common language spoken by people. Terry also described India's knowledge of medicine and their musical proficiency. അതായത് മ്യൂസിക്കൽ ഏരിയയിൽ എത്രത്തോളം ജ്ഞാനരാണ് ഇന്ത്യൻസ് എന്നുള്ളതും മെഡിസിൻ ഏരിയയിലുള്ള ആ ഒരു ഡെവലപ്മെൻറ്റും ഏതിൽ പറഞ്ഞിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ വർക്കിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഹിന്ദുസ്ഥാനിയാണ് കോമൺ ലാംഗ്വേജ്. ആൾക്കാർ യൂസ് ചെയ്തിരുന്ന കോമൺ ലാംഗ്വേജ് ഹിന്ദുസ്ഥാനിയാണെന്നാണ് ആര് പറയുന്നത്? എഡ്വാർഡ് ടെറി പറയുന്നത്. സോ ഇതോട് കൂടിയിട്ട് നമ്മൾ ബ്ലോക്ക് 2 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2ഉം ഫുള്ളായിട്ട് എല്ലാ പോയിന്റ്സും പറഞ്ഞു പോകുന്ന വിധത്തിലാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എല്ലാ പോയിന്റ്സും, അതായത് 4 ചാപ്റ്ററിലത്തെ 4 യൂണിറ്റിലെ എല്ലാ പോയിന്റ്സും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ബ്ലോക്ക് 3ഉം ബ്ലോക്ക് 4ഉം ഇനി എടുക്കാൻ പറ്റും തോന്നുന്നില്ല. സോ ഇപ്പോൾ തന്നെ 5 മണിയായി. ഇനി ഇത് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേനും നിങ്ങളിലേക്ക് എത്തുമ്പോഴത്തേനും ഒരുപാട് നേരമാവും. എന്തായാലും മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ എന്തെങ്കിലും വേറെ ഏതെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്